കൊണ്ടിരിക്കുന്ന ഹാലലുയ ഒരു കാലയളവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സ്തോത്രം ഹാലലുയ. നമുക്ക് പ്രാർത്ഥിക്കുക. ഈശോപ്പച്ച ഇതിനകത്തിലൊന്നും അകപ്പെട്ടു പോകാതെ വണ്ണം സ്തോത്രം നമ്മളെ സൂക്ഷിക്കേണ്ടതായി നമുക്ക് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാനായിട്ട് പ്രിയ ശൈല സിസ്റ്റർ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യാപകൽ കാലം കർത്താവേ, 2025 കർത്താവേ, സ്തോത്ര അവസാന മാസം കർത്താവേ, ദൈവമേ, ഒരു ബുധനാഴ്ച കാലം കൂടെ ഞങ്ങൾക്ക് സൗകര്യമാർക്ക് അപ്പന്റെ പാദപീഠത്തിൽ കടന്നുകൊടുവാൻ കർത്താവേ, ദൈവമേ, വിവിധ ഇടങ്ങളിലായിരുന്നു കർത്താവേ. അപ്പ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവിനെ സ്തുതിപ്പാനും വാഴ്ത്തുവാനും കർത്താവെ കൂടി വരുവാനും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, കർത്താവെ, ആണ്ടിന്റെ ആരംഭം മുതൽ നിമിഷം വരെ കർത്താപ്പച്ച അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നടത്തിയ ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. അവിടുന്ന് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവെ. അപ്പാ സ്തോത്രം കർത്താവെ. എണ്ണിയാൽ തീരാത്ത നന്മകൾ കർത്താവെ അടിങ്ങളുടെ ജീവിതത്തിൽ ഓർത്താവേ നിങ്ങൾ ഞങ്ങൾക്ക് തന്നതിനാട് സ്തോത്രം കർത്താവെ. ജീവനോടെയും കർത്താവെ ഒരു ദോത്താവേ സ്തോത്രം കർത്താവെ. നിമിഷം വരെ ഞങ്ങളെ കർത്താവ് ദൈവമേ മരുഭൂമി ഞങ്ങളെ ആക്കിയിരിക്കിയാൽ കർത്താവെ അവിടുന്ന് കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി കരയേറ്റുന്നു കർത്താവേ. അപ്പച്ചാ സ്തോത്രം സ്തോത്രം കർത്താവേ. അപ്പച്ചൻ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു ഞങ്ങളുടെ കർത്താവേ. സ്തോത്രം ഞങ്ങളുടെ തലമുറകളെല്ലാം കർത്താവ് സൂക്ഷിച്ചു പരിപാലിച്ചു കർത്താവേ. അപ്പച്ചാ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അവിടുന്ന് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവേ. ഓരോ നിമിഷം ഞങ്ങളുടെ കരങ്ങളെ പിടിച്ച് നടത്തിയ ദൈവത്തിന് നന്ദി കർത്താവേ. ഈ വൈകവേള കർത്താവേ സ്തോത്രം പിന്നെ കർത്താവേ അവന്റെ പാദപീഠത്തിലടികളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ. ഇന്നത്തെ കൂട്ടായ്മ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരംഭം മുതൽ അവസാനം വരെ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. അവിടുത്തെ അമിത ബലത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. അപ്പാ സ്തോത്രം കർത്താവേ. ആരും അലക്ഷ്യരായിരിക്കാനിടയാക്കാതെ കർത്താവേ അപ്പച്ചന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണപ്പാ. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണപ്പാ. നീ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. സ്തോത്രം കർത്താവെ. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ദൈവകൃപ ചെയ്യണമേ കർത്താവെ. ലീഡ് ചെയ്യുന്ന കർത്താവെ സ്തോത്രം സ്തോത്രം. ദാസിനെ കൊടുത്താവേ കർത്താവെ ടീമിനെ ഏൽപ്പിക്കുന്ന കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ കർത്താവെ ഇന്ന് രാത്രി കാലം പാടുവാനും ആരാധിപ്പാനും കർത്താവിന് സ്തുതി കരേറ്റുവാനും നന്ദി കരേറ്റുവാനും ഞങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്യണമേ. വചനം പറയുന്ന കർത്താവെ അതിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. മനുഷ്യമായിട്ടൊന്നും കേൾക്കുവാനിടയാക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിതാവേ ദാസനാവിനെ കർത്താവ് നിറയ്ക്കണമേ കർത്താവെ. ദൈവമേ ദൈവിക അഭിഷേകത്താൽ നിറഞ്ഞ കർത്താവെ. അങ്ങയുടെ വചനം പറയുവാൻ കർത്താവെ ദാസ്യ ദൈവം ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. കേൾക്കുന്ന ദൈവിക വചനം ഞങ്ങളുടെ ഗുണീകരണത്തിനായി ഞങ്ങളുടെ മാനസാന്തരത്തിന് ഞങ്ങളുടെ താവേ ഞങ്ങളുടെ രൂപാന്തരത്തിന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ചന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കാലാവസ്ഥ കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ. ഞങ്ങൾ വിവിധ ഇടങ്ങളിലായിരിക്കുമ്പോൾ കർത്താവെ നെറ്റിനൊന്നും യാതൊരു പ്രയാസം വരാതെ കർത്താവെ കാലാവസ്ഥ ഒരു പ്രതികൂലം കാണാനും കർത്താവെ അടികൾ ഓരോരുത്തരെയും യേശുവിന്റെ രക്തത്താൽ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്ന് രാത്രി കാലം രോഗികൾ സൗഖ്യമാകുവാൻ കർത്താവെ സ്തോത്രം കർത്താവെ. നിരാശയുടെ പ്രയാസങ്ങൾ ഭാരങ്ങൾ കടന്നു വന്നവരാ വിടുതൽ പ്രാപിക്കുവാൻ ആശ്വാസം പ്രാപിക്കുവാൻ ദൈവയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെ ദൈവ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ ഞങ്ങൾ കർത്താവെ ഇടയാക്കണം. പ്രാർത്ഥനയായി കേട്ടനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് സഹായിച്ച പ്രിയ ദേവദാസിയോട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. അടുത്ത ചില നിമിഷം ആമേൻ നമ്മൾ ദൈവത്തെ പാടി ആരാധിക്കാൻ പോവുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവീൻ, സ്തുതിക്കുന്ന നേരുകൾക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ, അവന് പുതിയ പാട്ട് പാടുവീൻ. ഹല്ലേലൂയ. അല്പസമയം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഏകാഗ്രതയോടെ ഒരു മനസ്സോടെ. നമ്മൾ പല ഡിവൈസുകളിലെ പല രാജ്യങ്ങളിലെ പല റൂമുകളിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആരും അലസതയോട് ഇരിക്കരുത്. പക്ഷെങ്കിൽ നമ്മളെ കാണുന്നൊരു കണ്ണുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഡിവൈസ് കൂട്ടുവാനോ സ്തോത്രം ഹല്ലേലൂയ ആൾക്കാരുടെ പെരുപ്പം വർദ്ധിപ്പിക്കാനോ ഒന്നുമല്ല. അല്പസമയം നമ്മൾ ഇരിക്കുന്നുള്ളെങ്കിലും സ്തോത്രം
ഏകാഗ്രതയോടെ നല്ല മനസ്സോടെ സ്തോത്രം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം നമ്മുടെ ദൈവത്തിന് കൊടുക്കുന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർബന്ധമുള്ള ഒരു കാര്യമാണ്. സ്തോത്രം ഹല്ലേലൂയ. എല്ലാ കാര്യത്തിലും നമ്മളെ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ലൊരു ഓഫീസിൽ പോയാൽ നമ്മൾ എപ്രകാരമായിരിക്കും പോകുന്നത്? വെറുതെ പോകുമോ? അലക്ഷ്യമായിട്ട് പോകുമോ? എത്രയും നീറ്റായിട്ടും ഹല്ലേലൂയ എത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുമോ? അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ അവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്കറിയാം. അതനുസരിച്ച് നമ്മൾ പോകത്തുള്ളൂ ഇല്ലേ? അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ, ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ പറയാൻ നമ്മൾ വർക്ക് ചെയ്യുന്ന കാരണത്താലാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു പഞ്ച്വാലിറ്റി ഉണ്ട്. നമ്മൾ കൈവെക്കുന്ന എത്ര 7 o'clock അല്ലെ 7:30 ഡ്യൂട്ടി സ്റ്റാർട്ട് ആകുമെന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് താമസിച്ചാൽ ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അത് അവിടെ പോയി നമ്മൾ പഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി. അതുപോലെ അതിനേക്കാട്ടിലും തിടുക്കമായിരിക്കണം, അതുപോലെ ഉത്സാഹമായിരിക്കണം, അതുപോലെ ആയിരിക്കണം കർത്താവിന്റെ നാമത്തിൽ നമ്മൾ നിൽക്കുവാൻ, കൊടുക്കുവാൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ച് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്തോത്രം. അനേകർ ഈ ലോകത്തുണ്ടായിരുന്നിട്ട് നമ്മളെയൊക്കെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്തിനാ? സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം. ഹല്ലേലൂയ. പലർക്കും സമയമില്ല പ്രാർത്ഥിക്കാനിരിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. 1 മണിക്കൂർ 2 മണിക്കൂർ ആണെങ്കിൽ പോലും ആർക്ക് സമയമില്ല. ഓരോ കാര്യത്തിലും എൻഗേജ്ഡാ. ദൈവമക്കളെ, ഇതിനൊക്കെ കണക്ക് കൊടുക്കണം. സമയത്തിനും ആരോഗ്യത്തിനും നമുക്ക് നൽകി തന്ന സകലത്തിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. ദിവസം ഏകാഗ്രതയോടെ, ആമേൻ, ഭയഭക്തിയോടെ, വിശുദ്ധിയോടെ, ദൈവകൃപയോടെ നമുക്ക് മുന്നേറാം. ഇനി അടുത്ത ഒരു 30 മിനിറ്റ്സ് നമ്മൾ ദൈവത്തെ ഏകാഗ്രതയോടെ ആരാധിക്കാൻ പോവുകയാണ്. പ്രിയ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പം ഞാൻ വിളിച്ചാലും സ്തോത്രം ഒരു മടിയും കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശരീരത്തിൽ ക്ലേശത്തോടെ ആയിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നൽകി കൊടുത്ത സൗഖ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവദാസനെ അടുത്ത വർഷിപ്പിന് വേണ്ടി ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. Praise the Lord. കർത്താവിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സായം സന്ധ്യയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ കർത്തൃസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് വന്നു ചേരുവാൻ വലിയവനായ ദൈവടയാക്കി തീർത്ത കർത്താവിന്റെ മകൾ സ്നേഹത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് ഒരുമിച്ച് ആരാധിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാണ്. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ആദരണീയരായ ദൈവമക്കൾ, കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നതായ കർത്തൃദാസന്മാർ, ഞങ്ങളേറെ സ്നേഹിക്കുന്ന പ്രിയ സൂസൻ ആന്റിജി, പ്രാർത്ഥിച്ചാരംഭിച്ചതായ പ്രിയ സിസ്റ്റർ, മറ്റെല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് മുഖപരിചയമുള്ളതായ പ്രിയ ഷൈനി സിസ്റ്ററെ മീറ്റിങ്ങിലുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കാണുവാൻ ലഭിച്ച അവസരം ഏറ്റവും വലിയതാണ്. കർത്തൃസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ആമേൻ. പ്രിയ സിസ്റ്റർ ജി പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശാരീരികമായി ക്ഷീണത്താൽ ഭാരത്തോടെയായിരുന്നു. ഒപ്പം ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ഒരു ഭാഗ്യം ലഭിച്ചു. കടന്നു പോകുവാൻ സ്വർഗം സഹായിച്ചു. നിങ്ങളോടൊപ്പം ചേർന്ന് ആരാധിക്കുന്നതിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. പ്രിയ സിസ്റ്റർ ജി പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വളരെ സന്തോഷമാകുന്നു. മറ്റൊന്നുമില്ല, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എൻ്റെ ചർച്ചിൽ പറഞ്ഞ കാര്യം ഇതാണ്. ഞങ്ങളുടെ ചർച്ചിലും നേഴ്സ് കുഞ്ഞുങ്ങളാണ്. അവരോടും പറഞ്ഞ കാര്യം, നമ്മൾ കറക്റ്റ് ടൈമിൽ ചെന്ന് പഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്കന്ന് മിസ്പഞ്ച് ആകും. ആമേൻ. എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചെന്ന് പറയണം. എന്നാൽ മാത്രമേ സാലറി കുറയാതെ നമുക്കത് ലഭിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മൾ മടി കാണിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ. ആമേൻ. എല്ലാവരും അല്ല കേട്ടോ. ആമേൻ. ആരാധനയുടെ കാര്യത്തിലാണ്. ചിലപ്പോൾ 10 മണിയെന്ന് ആരാധന പറഞ്ഞു കഴിഞ്ഞാൽ 10:30 ആരാധന വർഷിപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം വരുന്നത്. പക്ഷെ ആദ്യം മുതലേ പ്രാർത്ഥനയോടെ വർഷിപ്പിലേക്ക് കയറി ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിനകത്തൊരു ജയം തന്നെയാണ്. അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. ആമേൻ. നമ്മെ കാണുന്ന ഒരു കണ്ണ് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിൽ നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കാം. ഒരു വർഷം നമ്മളെ കടന്നു പോകുവാൻ തക്കവണ്ണം ചില മണിക്കൂറുകൾ മാത്രം നമ്മുടെ മുൻപിൽ ശേഷിക്കുമ്പോൾ ആമേൻ, പുറകിൽ തിരിഞ്ഞു നോക്കാമെങ്കിൽ ഒരു സ്വപ്നത്തിന് തുല്യമാണ്. ഒന്നുമില്ല, യോഗ്യതയൊന്നുമില്ല. കർത്താവ് നമ്മെ കൊണ്ടുവന്നത് രോഗങ്ങൾ ആമേൻ ഇല്ലെന്നല്ല, വേദനകളോ കടഭാരങ്ങളോ ദുഃഖങ്ങളോ മനോവേദനകളോ ഇല്ലെന്നല്ല. പക്ഷെ അതിന്റെ നടുവിൽ നിർത്തിയ ആ സ്നേഹം ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അതാണ് ഏറ്റവും വലിയത്. ആമേൻ. ഉടഞ്ഞു പോകേണ്ട സമയങ്ങൾ, തകർന്നു പോകേണ്ട സമയങ്ങളൊക്കെ മുൻപിൽ വന്ന സമയത്ത് അവിടെയൊന്നും തകർന്നു പോകാൻ നിലംവരജയാകാതെ ഞാൻ എപ്പോഴും പറയുന്നത്, വീര്യഭുജമുള്ള കരം നമ്മെ താങ്ങിയത് കൊണ്ട്
നമ്മെ നടത്തിയത് കൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. എന്തു ഞാൻ പകരം നൽകും, ആയിരം പാട്ടുകളോ, ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. ആമേൻ. എന്തു ഞാൻ പകരം നൽകും, ആയിരം പാട്ടുകളോ, ജീവകാലം മുഴുവൻ രക്ഷയെ ഞാൻ ഉയർത്തും. ഇന്ന് രാത്രിയിൽ സമർപ്പണത്തോടെ ആമേൻ ആ മഹത്വമുള്ള കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ.
നന്ദി നന്ദി. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരുമിച്ച് അളവില്ല സ്നേഹത്തിനായി നന്ദി. സാധാരണമാകുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് സ്വർഗം അയച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അളവില്ലാത്ത സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിൽ എത്ര പേർ നന്ദിയോടെ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുന്നു. അളവില്ല ഒരിക്കലും കൂടി അളവില്ലാത്ത സ്നേഹത്തിന്റെ ആഴങ്ങളെ അറിഞ്ഞ് നിങ്ങളുടെ റൂമിലേക്ക് ആ പ്രസൻസ് അനുഭവിക്കുന്നെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ ആ ശരീരങ്ങളൊക്കെ മനസ്സുകളൊക്കെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. ഫ്രീ ആയ ദൈവം ചെയ്ത ഉപകാരങ്ങൾ അളവില്ല. രാത്രിയിൽ ഈ കട്ടകൾ ഉരുകി മാറുന്നത് പോലെ ഈ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ എവിടെയൊക്കെയോ ചില ചലനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയോ, എവിടെയൊക്കെയോ ചില വെന്ത് നീറുന്ന വിഷയങ്ങൾക്കകത്ത് ചില വിടുതലുകൾ സംഭവിക്കുകയോ. ഒറ്റപ്പെട്ട അനുഭവത്തിൽ നിന്ന്, ഇരുളടഞ്ഞ അനുഭവത്തിൽ നിന്ന്, വ്യാകുലതയോടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ അളവില്ലാത്തതായ ആ മാധുര്യമായ സ്നേഹമോർക്കുമ്പോ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഇന്ന് രാത്രിയിൽ ആ കർത്താവിൽ നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കട്ടെ. നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ വിധങ്ങൾ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതി വരികയില്ല. റോമലേഖനം അതാ പറയുന്നത്, ആ ഭക്തർക്കു വേണ്ടി തക്ക സമയത്ത് നമ്മുടെ കർത്താവ് മരിക്കുവാനിടയായി തീർന്നു. ആ ഭക്തരായിരുന്ന നമ്മെ തേടി വന്ന ഒരു സ്നേഹമുണ്ട്. ദൂരസ്ഥരായിരുന്നു നമ്മെ സമീപസ്ഥരാക്കി മാറ്റിയെടുക്കുവാൻ തേടി വന്നൊരു സ്നേഹമുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ ആ സ്നേഹത്തിലേക്ക് പൊതിയുവാൻ തക്കവണ്ണം നമ്മളോട് കാണിച്ച അസാധാരണതയെ ഓർക്കുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ ആ സ്നേഹം വലിയതാണ്. പുറകിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്വപ്നത്തിന് തുല്യമാണ്. ദൈവം നടത്തിയ, ദൈവം കരുതിയ, ദൈവം ഉയർത്തിയ, മാനിച്ച വിധങ്ങൾ ഓർക്കുമ്പോൾ അതാ പാട്ടുകാരൻ പറഞ്ഞത്, എന്താ ഞാൻ പകരം കൊടുക്കുന്നത്? ഒന്നുമില്ല, എനിക്ക് പകരം കൊടുക്കാൻ എന്നെ അല്ലാതെ ഒന്നുമില്ല. ആമേൻ ആമേൻ. ഭക്തനായ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ നീ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എന്താ യോഗ്യതയുള്ളത്? അയോഗ്യരായ നമ്മെ തിരഞ്ഞെടുത്ത് ഈ മഹത്വമേറിയ പദവിയിൽ കൊണ്ടുവന്ന് മാന്യനാക്കി മാറ്റിയ സ്നേഹമോർക്കുമ്പോ ഹല്ലേലൂയ, ആ കർത്താവിന് നമുക്ക് നന്ദിയോടെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. പകച്ചവരുടെ മുൻപിൽ, തള്ളിയവരുടെ മുൻപിൽ മാനിച്ച സ്നേഹമാണ് നമ്മെ ഉയർത്തുന്നത്. ആ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് കരങ്ങൾ തട്ടി ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. എനിക്കറിയാം, ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മുൻപിൽ ഞങ്ങളും പാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഇരിക്കുന്ന ഇടങ്ങളൊക്കെ മറന്നുകൊണ്ട് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. നാഥ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം ഞാൻ അങ്ങേ സ്തുതിക്കും. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എനിക്ക് എത്രത്തോളം ജീവനുണ്ടോ ആ നാൾ വരെ കർത്താവിനെ മഹിമപ്പെടുത്തും, ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യൻ ഉലകത്തിൽ ഒരുവൻ നമ്മുടെ കർത്താവ് മാത്രമാകയാ. ആ ഇരുകരങ്ങളും ചേർത്തടിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ.
പാറയാകുമേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകുമേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. ഓ മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. ഓ മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. ഓ ആരാധന അങ്ങേക്ക് യേശുവാ, ആരാധന അങ്ങേക്ക്, ആരാധന. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. ഓ നാഥാ, ഓ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥാ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ഓ ആരാധന അങ്ങേക്ക്, ആരാധന. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. അപ്പാ ആരാധന അങ്ങേക്ക് യേശുവാ, ആരാധന. നിന്റെ ചിറകുകളിൻ നിഴലിൽ ഇന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. ഓ വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ഓ വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. അങ്ങനെ ആരാധന അങ്ങേക്ക് അപ്പാ, ആരാധന. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടി. ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. ഓ നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ഓ നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാടിന്റെ വിലയേറിയ മീനത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ മീനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറാവോനു ഞാൻ ഇനി അടിമയല്ല, മാറാവോനു ഞാൻ ഇനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ
സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ. ഓ ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സങ്കടങ്ങൾ സകലവും സംഹാരദൂതൻ എന്നെ. ആത്മാവിനെ ഒരുമിച്ച് സംഹാരദൂതൻ എന്നെ. എൻ സങ്കടങ്ങൾ വിശ്വാസത്തോടെ ഒരുമിച്ച് ആ വരികളൊന്ന് പാടാമോ? ഉടയ സകന വൈഡ സകന ശകനെ വൈഡേ റിവലെ വൈഡേ റിവലെ ശകന വൈഡ. ഓ സങ്കടങ്ങൾ അൽബേനി വൈഷ സൈഡ രവന യാന വൈഡ കൂടെ റിവൽ ഉടമന ഹദുനെ വൈഡേ റിവലെ ശകന വൈഡ രവന ഉടമന ഹദുനെ വൈഡേ റിവലെ ശകന വൈഡ പ്രൗഢവന അർത്ഥരക്ഷകരം തുൽ പ്രൗഢവനം ദേ റിവലെ വൈഡേ റിവലെ ശകന രവന. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവാ. ഓ യെസ് ആമേൻ. എന്നിൽ ജീവനുള്ള നാളുകൾ ആമേൻ ഞാൻ ആനന്ദത്തോടെ ആരാധിക്കും. ഓ ശാലംബേരേ ഒയിടെ പ്രൗഢാൻ ഈവൽക്കവന മാറയെ മധുരമാക്കുന്ന, ഓ മാറയെ മധുരമാക്കുന്ന ആ ദൈവ സാന്നിധ്യോ. ഹല്ലേലൂയ. ഉടമന ഹദുരഗരഗര ശകനം വൈഡ പ്രൗഢ ഈവൽക്കവന വൈഡവൻ അർസഗരക്ഷകരം ദേ വൈഡേ റിഗനെ ശകന വൈഡ ഹഗജ. ഓ സൈഡഗരം ദുന വൈഡവരക്ഷകരം ദുന വൈഡി വിരിഗദേ ഉടയാനഗന വൈഡവനന്ദന വൈഡി വിരിച്ചന വൈഡവനം ദുന വൈഡവരക്ഷകരം ദേ റിവനെ വൈഡ ലഗജ വൈഡവൻ അർസഗരക്ഷകരം ദുന വൈഡി വിരിഗദ ശകനം ജാനഗൻ അർസഗരക്ഷേ റിഗദേ റിവല ശകന. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ആത്മനിറവോടെ ആത്മനിറവോടെ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് ആരാധിക്കട്ടെ ജയത്തോടെ ജയത്തോടെ. യെസ് ആമേൻ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ കൃപ കൃപ. ഓ ശാരം ദേരിവൽ കടകക്ഷകന വൈഡവന അർത്ഥരക്ഷകരം ദേരിവനെ വൈഡേരികനെ ശകനാജാന. ഓ രണ്ടേരി വക്ഷ സൈഡകരം ദുന വൗഡവരക്ഷകരം ദുന വൈഡവരാജന അർത്ഥ പ്രൗഢി വിരികദനഗന ശാന്തരേ റിവൽക്കമാന റീവ ശാന്തരേ അൽക്രേനിയ സാഖനാദികൾ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു, ഒരുമിച്ച് മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രി മറക്കാൻ കഴിയാത്ത പുതിയ ഫലങ്ങൾ ഓപ്പൺ ആകട്ടെ. യെസ് ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ റംദരേ റിവൽക്കമാന ഗഡഗദന റിവൽക്കമാന ഗഡഗദ രക്ഷ സംവൽക്കമാന ഗഡഗദന. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പറയാമല്ലോ, എന്നിൽ ജീവനുള്ള നാളുകൾ ആമേൻ ഞാൻ അങ്ങേ സ്തുതിക്കും, ഞാൻ അങ്ങേ പാടും. ആയുസ്സ് തന്ന ദൈവത്തെ, ആരോഗ്യം തന്ന ദൈവത്തെ, ഓ ബലപ്പെടുത്തിയ ദൈവത്തെ എനിക്ക് മൗനമായി ഇരിക്കാൻ കഴിയുകയില്ല. ലഭിച്ച അവസരം നഷ്ടമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി കൊതിക്കുന്നവർ അല്പസമയം കൂടി അന്യഭാഷകളിൽ അധരങ്ങളെ തുറന്ന് സന്തോഷത്തോടെ ഹല്ലേലൂയ. ആമേൻ. എന്റെ പാറയാണ് എന്റെ കർത്താവ്, എന്റെ ഗോപുരമാണ്, എന്റെ രക്ഷയാണ്, എന്റെ പരിചയാണ്, എന്റെ അഭയസ്ഥാനമാണ്. ഇന്ന് രാത്രിയിൽ അക്കർത്താവിൽ നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. വിശ്വസ്തനാണ്, നീതിമാനാണ്, നടത്തിയവനാണ്, ഉള്ളം കയ്യിൽ താങ്ങിയവനാണ്. ഈ പദങ്ങൾ പറയുമ്പോൾ എവിടെയൊക്കെയോ തകർന്നുപോയ അനുഭവത്തിൽ ആരും ആശ്രയമില്ലാതെ വന്നപ്പോൾ ഒരമ്മ ചേർത്തണയ്ക്കുന്നത് പോലെ, ഒരപ്പൻ കരം പിടിച്ച് നടത്തുന്നത് പോലെ നടത്തിയവൻ നമ്മുടെ കൂടെയുണ്ട്. എവിടെയൊക്കെയോ ക്ഷീണിച്ച് മടുത്തിരുന്ന സമയമുണ്ട്. ഓ അവിടെ നിന്ന് തട്ടി ഉണർത്തി, നോ ഇവിടെ ഇരിക്കേണ്ടതല്ല, ഓടേണ്ടതാണ്. ഇനിയും ശുശ്രൂഷയുണ്ട്, ഇനി പ്രാർത്ഥിക്കാനുണ്ട്, ഇനി കരഞ്ഞ് ചില വിടുതൽ നേടിയെടുക്കാനുണ്ടെന്ന് ആരോ ഉള്ളിൽ വന്ന് പറയുന്നത് പോലെ ആമേൻ. ആ ശബ്ദം കേട്ടവരാണ് ഇതിനകത്തിരിക്കുന്നത്. എനിക്കറിയാം ഇതിനകത്തൊരു സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ച ആമേൻ മണിക്കൂറുകളോളം സാക്ഷ്യം പറയുന്നവർ ഇതിനകത്ത്
അതിനകത്തുണ്ട്. ആമേൻ. കാരണം മറ്റൊന്നുമല്ല, ദൈവം നടത്തിയ സ്നേഹം, കരുതിയ വിധം, അത്ഭുതങ്ങൾ ചെയ്തതോർക്കുമ്പോ ആമേൻ, എനിക്കറിയില്ല ദൈവാത്മാവിന്റെ ഉള്ളിൽ തരുന്ന ചില പദങ്ങൾ എങ്ങനെയാണ്. എവിടെയൊക്കെയോ ക്ഷീണിച്ച് സ്റ്റക്കായിരുന്നതായ സന്ദർഭങ്ങളുണ്ട്. ഇന്ന് രാത്രി അവിടെ നിന്ന് മാറ്റി ഓടുവാണ്ടക്കമാണ് അമിത ബലം തന്നവൻ. അനുഭവിച്ച എത്ര പേര് ഇതിനകത്തുണ്ട്? അമിത ബലം തന്ന്, ഓ നീ ഇവിടെ തകരേണ്ടവരല്ല എന്ന് പറഞ്ഞ് അമിത ബലം തന്ന് ഓടിച്ച ഒരുവനുണ്ട്. ഇന്ന് രാത്രി കർത്താവിൽ ഒരുമിച്ച് ആശ്രയിക്കട്ടെ, ഒരുമിച്ച് നന്ദിയോടെ കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നോക്കാം. എത്രയോ രാത്രികളിൽ ആമേൻ, എത്രയോ സമയങ്ങൾ കരഞ്ഞുറങ്ങിയ സമയങ്ങളുണ്ട്. ആരും അറിയാതെ ആമേൻ കണ്ണുനീർ കൊണ്ട് തലയണ നനച്ച എത്രയോ രാത്രികൾ, എത്രയോ ഉച്ച സമയങ്ങൾ. ഓ, ആരും എന്റെ സങ്കടം കാണണ്ട, ആരും എന്റെ കരച്ചിൽ കേൾക്കണ്ട എന്ന് പറഞ്ഞ് ആരും കാണാതെ വിതുമ്പി കരഞ്ഞ വിഷയങ്ങളില്ലേ? ഇന്ന് രാത്രിയിൽ മറുപടി അയക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചേർന്ന് കരഞ്ഞു കൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിത യാത്രയിൽ കഴിഞ്ഞു പോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ആമേൻ. എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ സൂസൻ ആന്റി ഒത്തിരി ധൈര്യം തന്നൊരു പാട്ടാ. ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ, അടുത്ത വാക്ക് താങ്ങും തലോടലുമായി നമ്മുടെ കർത്താവ്. എത്ര വിശ്വസ്തന! ഹല്ലേലൂയ. എന്നെ ഒരിക്കലും ഈ പാട്ട് പാടി മണിക്കൂറുകളോളം ഇവിടെ നിന്ന് കരഞ്ഞു. എത്ര നല്ലവനാ നമ്മുടെ ദൈവം. ആമേൻ. കരഞ്ഞുകൊണ്ട് എത്രയോ സമയങ്ങൾ ഉറങ്ങിയില്ലേ? നാളെ കുഞ്ഞിന്റെ ഭാവി എന്തായി തീരും? കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാൻ എങ്ങനെ വഴി ഒരുങ്ങും? തലമുറയൊക്കെ ചൊല്ലി കരഞ്ഞ സമയങ്ങളില്ലേ? പല സാഹചര്യങ്ങൾ ഒറ്റപ്പെട്ട് ഉടയപ്പെട്ട അവസ്ഥയില്ലേ? അതിന്റെ നടുവിൽ നിന്ന് താങ്ങിയെടുത്ത് ഈ വരികൾ പാടുമ്പോൾ അറിയാതെ നമ്മളെ കണ്ണുകൾ നിറഞ്ഞു പോകും. അത്രമാത്രം ശ്രേഷ്ഠമാണ്. ചേർന്ന വരികളൊന്ന് പാടിയാലും. യെസ്. കരഞ്ഞു കൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിത യാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞു കൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിത യാത്രയിൽ കഴിഞ്ഞു പോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ആരാധന കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നു വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞ
ഒന്നിനും കുറവില്ലാതെ നമ്മെ നടത്തുന്ന ഒരു അപ്പൻ നമ്മുടെ കൂടെയാ. ഓ യെസ്, ഒരിക്കൽ കൂടി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഒന്നിനും കുറവില്ലാതെ നമ്മെ നടത്തുന്ന ഒരപ്പൻ നമ്മുടെ കൂടെയുണ്ട്. ആരും സഹായിപ്പാനില്ലെന്ന് വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കും മുൻപ്. അടുത്ത വരി വേണ്ടെന്ന് കാതിൽ പറഞ്ഞു. ഓ സൂസനന്റെ വേണ്ടുന്നതെല്ലാം കരത്തിൽ തന്നൊരപ്പനല്ലേ. ഹമേ, എങ്ങനെ വഴി തുറക്കും? ഒറ്റപ്പെട്ടവളായി മരുഭൂമിയിൽ നിൽക്കുകയാ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയാ. ഒരു കാൽച്ചുവടെടുത്ത് വെച്ച മറ്റു കാൽച്ചുവെടുക്കുമ്പോൾ മണത്തരികൾ പഴുത്തു കിടക്കുകയാ, വെന്ത് നീര് നിൽക്കുകയാ. സഹായിപ്പാൻ ആരുമില്ല, ആശ്രയിപ്പാൻ ആരുമില്ല. ഒറ്റപ്പെട്ടവളായി നിൽക്കുമ്പോൾ ഹാഗാർ പറഞ്ഞ പദം എങ്ങനെയാ? എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ കണ്ടുവോ? ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ആരൊക്കെയോ ഇത് കരയുന്നുണ്ട്. ഇതിനകത്ത് കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. തള്ളിക്കളയുന്നവനല്ല, മാർവോടെ ചേർത്തടയ്ക്കുന്നവനാ. മാറ്റി നിർത്തുന്നവനല്ല, ചേർത്ത് പിടിക്കുന്നവനാ. ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ താങ്ങും തലോടലുമായി നിൽക്കുന്നതായ ആ മഹത്വമുള്ള നാഥൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. 2025 ജയത്തോടെ നടത്തിയെങ്കിൽ പോരായ്മകളില്ലെന്നല്ല. ആമേൻ, ആമേൻ. അതിന്റെ നടുവിൽ ജയത്തോടെ നടത്തിയെങ്കിൽ 2026 നമ്മെ ജയത്തോടെ നടത്തുവാൻ ശക്തനാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കാം. മുൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് വരുന്നു വീണ്ടും 2025 ഡിസംബർ മാസം കർത്തൃസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് വരുന്നപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ ആധീനരായ ആമേൻ കർത്തൃസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആമേൻ പ്രിയ വാത്സല്യ മാതാപിതാക്കൾ സഹോദരങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും സഹായിക്കും. പ്രത്യേക ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹമായ നിലയിൽ ലീഡ് ചെയ്യുന്നതായ ഈ മീറ്റിംഗിന്റെ നേതൃത്വം വഹിക്കുന്ന പ്രിയ സിസ്റ്റർ ജിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിച്ച സിസ്റ്ററിനായി സ്തോത്രം. വചനം സംസാരിക്കുന്ന പ്രിയ കർത്തൃദാസിക്കായി സ്തോത്രം. എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത കർത്താവ്, ഓ ഇന്ന് രാത്രിയിൽ ചില മുറിവുകൾ ദൈവം കെട്ടുന്നതിനായി സ്തോത്രം. അപ്പാ, അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിച്ചാലും ബലപ്പെടുത്തിയാലും ഫിസിക്കലി, മെന്റലി, ഫൈനാൻഷ്യലി, സ്പിരിച്വൽ ലൈഫിൽ വലിയ വിടുതൽ അവിടെ നയിക്കും. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അവസരം പ്രിയ സിസ്റ്റർജിക്ക് നന്ദി അറിയിക്കുന്നു. ഒരു 3 മിനിറ്റ് കൂടിയിട്ടുണ്ട്, ദയവായി ക്ഷമിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. മറനാഥ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവ സാന്നിധ്യത്തോടുകൂടെ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ ദേവദാസിനെ കുടുംബത്തെ കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ളവരൊക്കെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവമക്കളെ, ഞാൻ ഇവിടുന്നപ്പോൾ സ്തോത്രം, എൻ്റെ ഉള്ളം, ഞാൻ ഇവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ ദേവദാസൻ പറഞ്ഞതുപോലെ നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് നൽകി തന്നാൽ നമ്മൾ എത്ര പേര് പറയും കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾ. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ആരെന്നെ സഹായിക്കും കർത്താവേ, എങ്ങനെ വഴി തുറക്കും, എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുമെന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുള്ളവരല്ലേ. അവിടെ എല്ലാം കർത്താവിൻ്റെ കരം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ സ്നേഹിച്ച് നമ്മളെ കരുതി ഒരു പിതാവ് ഒരു പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കുന്ന സ്റ്റേജുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലേ. എന്നാലും നമ്മളെ മറന്നു കളയാതെ അൻപോട് ചേർത്ത് പിടിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതൽ ഞാൻ എപ്പോഴും പറയാം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കിയാൽ ദൈവമക്കളെ, ആർക്കും ഇന്ന് രാത്രി മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കർത്താവ് നടത്തിയ വഴികൾ എത്ര, ഹല്ലേലൂയ, എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് മതി വരികയില്ല. അതുപോലെ നിങ്ങൾ ഒരുമിച്ചായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അപ്പനെ നിങ്ങൾ സ്തുതിക്കണം. ഹല്ലേലൂയ. ഒരു മടിയും ഒരു ലജ്ജയും കൂടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പറയണം, എൻ്റെ കർത്താവ് വലിയവനാ, ഹല്ലേലൂയ, വലിയവനാ, വലിയവനാ, എൻ്റെ അപ്പൻ സകലത്തിനും മതിയായവനാണെന്ന് ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വസ്തയോട് പറയാൻ പറ്റും? ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിനായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ജോയിൻ ചെയ്ത എല്ലാവരെയും ഓർത്ത് ഞാൻ ഒരു പ്രാവശ്യം നന്ദി അറിയിക്കുകയാണ്. സ്തോത്രം. ഡിവൈസ് ഓൺ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ നിങ്ങൾ ഓൺ ചെയ്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ പ്രാർത്ഥിച്ചു. സ്തോത്രം. 2 ആക്സിഡന്റ് ഉണ്ടായ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. സ്തോത്രം.
സ്തോത്രം ഹാലലിയ. ആമേൻ. അവരെല്ലാം രണ്ടുപേരും റിക്കവറി ആയിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇത്രയും പെട്ടെന്ന് പരിപൂർണ്ണ വിടുതൽ പ്രാപിച്ച് ഹാലലിയ അവർ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഹാലലിയ പറയുകയാണ്. സ്തോത്രം ഹാലലിയ. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പറയുക. ഞാൻ ഈ പ്രാർത്ഥനാ വിഷയം പറയുന്നത് ദേവദാസി സുജ മാത്യു ആന്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇപ്പോഴേ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം ഹാലലിയ. ചില വിഷയങ്ങൾ ഞാൻ ഓടിച്ച് പറയുകയാണ്. നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥനയിൽ അത് വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേക സഹോദരിമാരുണ്ട് നമ്മുടെ ഇടയിൽ. അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ജോലിയിലെ ചില മാറ്റങ്ങൾ ചിലർക്ക് ആവശ്യമായിട്ടുണ്ട്. സ്തോത്രം. അത് ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ആമേൻ. സ്തോത്രം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ ഒരു മെസ്സേജ് റിസീവ് ചെയ്തു. അല്ലെങ്കിൽ 3 മാസമായി ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ സാലറി ലഭിക്കാതെ. മക്കളെ, നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ സാലറി ലഭിക്കാത്തൊരു അവസ്ഥയെന്ന് ഓർത്തയാണ്. നേഴ്സുമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതികഷ്ടമാണ്. ആമേൻ. സ്തോത്രം. അതുപോലെ കഷ്ടപ്പെട്ടിട്ട് എന്നോട് പറയുവാനായിട്ട് ലാസ്റ്റ് 3 months ആയി ഞങ്ങൾക്ക് സാലറി കിട്ടിയിട്ടെന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. സാലറി ഇല്ലാത്തവരും ഉണ്ട്, മേടിക്കാത്തവരും ഉണ്ട്. ആമേ സ്തോത്രം. മേടിക്കുന്നവരുണ്ട് ഇതിനകത്തില്. ആമേ സ്തോത്രം. അമ്മമാരുണ്ട്. ഹാലലിയ. എല്ലാ സഹോദരിമാരും എല്ലാം ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും ഐക്യമത്യപ്പെട്ട് നമ്മൾ ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കാൻ പോവാ. ഹാലലിയ. ചിലരുടെ ഹൃദയത്തോട് ആമേ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റി തക്ക സമയത്ത് സാലറി കൊടുക്കാൻ ദൈവമക്കളെ ഇവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് സാലറി ആവശ്യമാണ്. സ്തോത്രം. ഹാലലിയ. വാടക കൊടുക്കേണ്ടതായിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. പല പല കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹാലലുയ. ആമേൻ. ആമേൻ. ഇക്കാമേൻ. പുതുക്കാതെ വണ്ണം ഭാരപ്പെടുന്നവരുണ്ട്. സ്തോത്രം. ഹാലലിയ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. അതുപോലെ തന്നെ സ്തോത്രം. ഈ സൗദി അറേബ്യ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അറേബ്യയുടെ വിടുതൽ ആമേ കണ്ടു വേണം. നമ്മൾ ഇത്രയും വർഷങ്ങൾ, എത്ര വർഷമായി നമ്മൾ ഇവിടെയൊക്കെ ആയിരുന്നിട്ട് സ്തോത്രം. 10 വർഷമായവരുണ്ട്, 20 വർഷമായുണ്ട്, 15 വർഷമൊക്കെ ആയവരില്ലേ. സ്തോത്രം. എത്ര പേർക്ക് നമ്മൾ ഈ ദേശത്തെ നന്മ അനുഭവിക്കുമ്പോൾ ഈ ദേശം നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. ആമേൻ. ആത്മാർത്ഥതയോടെ പരമാർത്ഥതയോടെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹാലലിയ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തം ചെയ്ത ദൈവം. ഹാലലുയ. ഈ ദേശം, ഈ മണ്ണ് നഷ്ടപ്പെട്ടു പോകരുത്. ഒരു കൂട്ടം ജനങ്ങൾ ഹാലലുയ ദൈവനാമത്തിന് വേണ്ടി ഇവിടെ നിന്ന് എഴുന്നേൽക്കണം. ഹാലലുയ. ഐക്യതയോടെ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഏകാഗ്രതയോടെ മനസ്സോടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഹാലിൽ ഭയങ്കര ശക്തി. അതേ മക്കളെ, ഹാലലുയ. സ്തോത്രം. അതിശീഘ്രമായി അത് സംഭവിക്കും. സ്തോത്രം. ആമേൻ. ആമേൻ. ഞങ്ങളോട് ഒറ്റൊരു കാര്യം പറയാം. ആമേൻ. സ്തോത്രം. ഞാൻ എൻ്റെ ചെറുപ്പത്തില് എൻ്റെ അടുത്തൊരു താമസിക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ബീന, എൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞു, അതിനെന്താ, അന്നും ഇന്നും പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരുടെ അടുത്ത് ഞാൻ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും. മറ്റുള്ളൊരു വിഷയം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം കർത്താവ് എനിക്ക് നൽകി തന്നു. എൻ്റെ വീഴ്ചയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാൻ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാ. നിങ്ങൾക്ക് കേൾക്കണമോ? സ്തോത്രം. ഞങ്ങൾ രണ്ടുപേരുടെ ഒറ്റ മനസ്സോടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ചില വിഷയങ്ങൾക്ക് വേണ്ടി ഒറ്റയാഴ്ചയ്ക്കുള്ളിൽ കർത്താവ് വഴികളെ തുറന്നു. സ്തോത്രം. ദൈവത്തിന് ഒരു നിമിഷം മതി. ഒരാഴ്ച എടുക്കേണ്ടതാണ്. ഒരു ദിവസം, ചില മണിക്കൂറിനുള്ളിൽ ആമേ ചില അത്ഭുതം ചെയ്യുവാൻ ആമേ നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാ. ആമേ. അവൻ സർവജ്ഞാനിയാ, സർവവ്യാപിയാ. ഹാലലുയ. ഫസ്റ്റിനെ നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള ഒരു വ്യക്തമായ ബോധ്യത ആ ഉള്ളിലേക്കൊന്ന് കയറണം. സ്തോത്രം. ഹാലലുയ. ആദ്യം നമ്മൾ മറ്റു പലരും ആശ്രയിക്കും. ഏറ്റവും ലാസ്റ്റിൽ ഒന്നും ശരിയാകുന്നില്ല കാണുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഓടി വരും. അതല്ല ഇന്ന് രാത്രിക്കാലം ഞാൻ പറയുന്നത്. ആദ്യമേ നമ്മൾ മുട്ടുമടക്കണം. ദൈവഹിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ഫസ്റ്റ്. ഹാലലുയ. അതിനനുസരിച്ച് വേണം അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രാജ്യത്തിന് വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറയപ്പെട്ട വിഷയങ്ങൾ ഹാലലുയ എല്ലാം ആമേ നിങ്ങൾ കേട്ടു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. അനേക കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ആമേൻ. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുക. അതിന്റെ വിഷയം സാമ്പത്തിക വിഷയങ്ങളാണ്. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. വിവാഹപ്രായം നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഹാലും ഞാൻ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ചുരുക്കം ചില വാചകങ്ങളിൽ പ്രിയ സുജ സിസ്റ്റർ ഇപ്പൊ പ്രാർത്ഥിച്ച് സഹായിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കാരണവാനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പലയിടങ്ങളിലായി, പല സോണുകളിലായി ദൈവത്തെ വാഴ്ത്തുവാൻ, സ്തുതിപ്പാൻ ദൈവമേ അവിടെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വിഷയങ്ങളുമായി ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, ഈ മരുഭൂമിയിലേക്ക് കർത്താവ് ഞങ്ങളെ വശീകരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ.
ഞങ്ങളോട് സംസാരിച്ച് പല 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 രീതിയിൽ പല സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരായി ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒന്നിച്ചു ചേർത്ത ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം ഞങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുകയാണ് കർത്താവേ. ദേശത്ത് കർത്താവേ അവിടുത്തെ വലിയ കൃപ വ്യാപരിക്കുവാൻ, അവിടുത്തെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കുവാൻ ദൈവം കൃപ ചെയ്യുമാറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകിയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും തള്ളിച്ചവനായ സ്വർഗീയ രാജാവേ, ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാൾ കർത്താവേ ജനം ഈ മരുഭൂമിയിൽ മുട്ടുമടക്കിയ സ്ഥാനത്ത് ദൈവാത്ഭുതകരമായി വിടുതൽ കൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രി കാലം കർത്താവേ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറക്കപ്പെടുവാൻ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നീ ഉള്ളംകാൽ ചവിട്ടുന്നതൊക്കെ നിനക്ക് അവകാശമായി തരാമെന്ന് പറഞ്ഞ ദൈവമേ, ഞങ്ങൾ ദൈവമക്കളാവുന്ന ഞങ്ങള് ഈ മരുഭൂമിയുടെ ഓരോ വാതിലുകളിലും ഉള്ളംകാൽ ചവിട്ടുമ്പോൾ അത് ഞങ്ങൾക്ക് അവകാശമായി ദൈവനാമത്തിന് വേണ്ടി ഞങ്ങൾക്ക് തെരുമാറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ജനദൈവത്തെ അറിയുവാൻ, ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്യണം. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിൽ, ഞങ്ങളുടെ അധികാരികളുടെ ഹൃദയങ്ങളിൽ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാതെ ഭാരപ്പെടുന്ന അനേക കർത്താവേ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ട്. സ്തോത്രങ്ങൾ അറിഞ്ഞു അറിയാതെ പലരുമായിരിക്കുന്നുണ്ട് കർത്താവേ. തന്റെ നന്മയെ തടഞ്ഞു വെക്കുന്ന ദുഷ്ടന്റെ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി കാലം ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. അതിന്മേൽ ഒരു ദൈവശക്തി ഐക്യമാരങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫറവോനോട് തന്റെ ജനത്തെ വിട്ടയപ്പാൻ കൽപ്പിച്ചവനായ സ്വർഗീയ രാജാവേ, സ്തോത്രം തന്റെ നന്മകളെ തടഞ്ഞു വെക്കുന്ന എല്ലാ ദുഷ്ടന്റെ വ്യാപാരങ്ങളും ഇന്ന് രാത്രി കാലം അഴിഞ്ഞു മാറട്ടെ കർത്താവേ. അവിടുന്ന് പ്രവർത്തിച്ചിരിക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സോർന്നവരെ രക്ഷിക്കുന്ന യഹോവയാണ്. സ്തോത്ര. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച, നല്ല ജോലി കൊടുത്ത് ദൈവമേ മാനിക്കുമാറങ്ങണമേ. ഈ മരുഭൂമിയിൽ ഉലയുവാൻ ദൈവം അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളെ കാഴ്ചത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണൂടാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി കാലം കർത്താവേ ഹൃദയത്തിന്റെ അവസ്ഥകളെ അറിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ സ്തോത്രം ഭാരത്തോടെ ആയിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കുടുംബങ്ങളുടെ സ്തോത്ര പിള്ളറകളിൽ പ്രവേശിച്ചു കർത്താവേ അവിടുത്തെ കൃപ വ്യാപരിക്കുവാൻ, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുവാൻ, കുടുംബ പ്രശ്നങ്ങളാല്, സാമ്പത്തിക പ്രശ്നങ്ങളാല് സ്തോത്ര മറ്റ് വിഷയങ്ങളാല് ജനം ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട് കർത്താവേ. അവരെയൊക്കെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിടുതലിന്റെ കരം നീട്ടുമാറങ്ങണമേ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദരഫലം അവിടുത്തെ പ്രതിഫലമാണ് കർത്താവേ. ദൈവത്തെ അറിയുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ കർത്താവ് സകല നന്മയ്ക്കായി ചെയ്ത ദൈവമാകിയാ നന്ദിയോട് സ്തുതിക്കുന്നു. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന അടുത്തു വരുന്ന ദൈവത്തിന്റെ കരം അവർക്ക് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ കർമ്മ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച, അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. ഈ ദേശത്തിന്റെ നിയമങ്ങൾ ഞങ്ങൾ പാലിക്കേണ്ടവരാണ് കർത്താവേ. അത് സ്തോത്രം. ഞങ്ങളുടെ ആദ്യ നന്മേ അത് ശത്രു തടയുവാനിടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. തുടങ്ങുന്ന മീറ്റിംഗ് എല്ലാം കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണം. അതിനെ മൃന്ദാസിയെ ബലപ്പെടുത്തണം. സകലമായ മുഖത്ത് അവിടുത്തേക്ക് സകല യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രിയ ദേവദാസിയുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത നിമിഷങ്ങൾ നമ്മൾ ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് സന്ധ്യാസമയത്തെ ദൈവവചനം നമ്മളോട് അറിയിക്കേണ്ടതിനായി എത്തിയിരിക്കുന്നത് ഡോക്ടർ റിജോയ്സ് രാജനാണ്. സ്തോത്രം. ഹാലലുയ. ഞാൻ പ്രിയ കുഞ്ഞിനെ ഓർത്ത്, കുഞ്ഞെന്ന് ഞാൻ വിളിക്കുന്നതിനോട് ക്ഷമിക്കണം. ദൈവദാസിയാണ്. ശക്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ എടുത്ത് ഉപയോഗിക്കുന്ന പ്രിയ പൈതലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സൗദി അറേബ്യയിലുള്ളവർ മിക്കവർക്കും അറിയാം. പാസ്റ്റർ രാജൻ ആൻഡ് ഡോളി ആൻറ്റി. സ്തോത്രം. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഓഫ് കോഴ്സ് ഇന്ന് രാത്രി തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് ആസാദി TV യിൽ ടെസ്റ്റിമണി
ടെസ്റ്റിമണി പറയുന്നുണ്ട്. ഭയങ്കര ഒരു ടെസ്റ്റിമണിയാണ്. സ്തോത്രം, അത് കേൾക്കേണ്ടതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം വിടുവിച്ച വഴികൾ. പ്രിയ ദേവദാസി ഒരിക്കലും യൂട്രസ് വരെ അഴുകി എന്ന് പറഞ്ഞ സ്ഥാനത്ത്, കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് കൊടുത്ത പൈതലാണ് ഇന്ന് സ്തോത്രം നമ്മളോട് ദൈവവചനം പറയാൻ പോകുന്നത്. സ്തോത്രം, നമ്മുടെ കർത്താവ് ആരാ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. ദൈവമക്കളെ, നമ്മുടെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ കുഞ്ഞിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഡയറക്റ്റ് ബാംഗ്ലൂരിൽ പോയി കാണുവാനും ഒക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സ്തോത്രം. പ്രിയ പൈതലിനെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്റ്റില് ബാച്ചലറാണ്, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതിശക്തമായി യൂത്തിന്റെ ഇടയ്ക്ക് ആമേൻ ഇടയിൽ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. സ്തോത്രം. പ്രിയ പൈതലിന്റെയും മെസ്സേജുകളൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. സ്തോത്രം. നിങ്ങൾ സമയമുള്ളവരൊക്കെ അത് കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദേവദാസനും ദേവദാസിയും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പലർക്കും എനിക്ക് തോന്നുന്നു അറിയാവുന്നതാണ്. സ്തോത്രം, ഞാൻ ചിന്തിക്കുന്നത്. സ്തോത്രം, ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ പൈതനെ ഒട്ടും ഞാൻ കൂടുതൽ സമയമെടുത്ത് ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത സ്തോത്രം 1 മണിക്കൂർ, എനിവേ അവിടുത്തെ നാട്ടിലെ ഇന്ത്യൻ ടൈം 11 മണിക്ക് മുമ്പ് 5 മിനിറ്റ് മുമ്പ് ആമേൻ സ്തോത്രം ഹാലിൽ നിർത്തിയാൽ മതി. ഹല്ലേലൂയ. ശക്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ സ്തോത്രം കർത്താവ് എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ വ്യക്തി ജോയിൻ ചെയ്തിട്ടുണ്ട്. ജിജി വിൽസൺ എന്ന് പറയുന്ന ഡിവൈസ് ആണ്. ഞാനും ജിജി മാമയും കൂടാണ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. ആ സ്നേഹം ഇന്നും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്നുള്ള 1 മണിക്കൂർ, ഏകദേശം അറൗണ്ട് 1 അവർ എടുക്കാൻ നോക്ക്. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഹല്ലേലൂയ മെസ്സേജിനുള്ള പ്രിയ പൈതലെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ ശബ്ദം ഓഡിബിൾ ആണല്ലോ? ഓക്കെ, താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തിൽ ഈ ഒരു അവസരം തന്ന ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻവൈറ്റ് ചെയ്ത സൂസൻ ആന്റിക്കും പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഗ്ലാഡ്ലി ആന്റി, പിന്നെ റോണി ആന്റി, സൂസൻ ആന്റി, ഇവരൊക്കെ പേര് ആന്റി, സൂസൻ ആന്റിയും റോണി ആന്റിയും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഗ്ലാഡ്ലി ആന്റിയെ കണ്ടിട്ടില്ല. പക്ഷെങ്കിലും ദൈവം തന്നെ അവസരത്തിനായി നന്ദി കരയറ്റുന്നു. സോ ഈ ഒരു മീറ്റിങ്ങിന് നിങ്ങളെ നേരിട്ട് ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും കാണുവാൻ തക്കോണം ദൈവം തന്ന ഈ അവസരത്തിനായി നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ സൗദിയിലെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പപ്പയും പറയുമ്പം ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ അവിടെയുള്ള അത്രയും ഫെയ്ത്തിലുള്ള പ്രാർത്ഥനയും അത്രയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും അത്രയും ഫെയ്ത്തുള്ള പ്രാർത്ഥനയും ഇവിടെ കർണാടകയിൽ ഞങ്ങൾ അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഫ്രീഡത്തോടെ നമ്മൾ ആരാധിക്കുമ്പോൾ അവിടെയുള്ള റെസ്ട്രിക്ഷൻസിനും മധ്യത്തിലും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിലകളിൽ നിങ്ങൾ ആരാധിക്കുന്ന കേൾക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ നിങ്ങളെ കാണുവാനൊക്കെ. ദൈവം തന്നെ അവസരത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആന്റി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു വലിയൊരു സാക്ഷ്യം ദൈവം തന്നിട്ടുണ്ട്. ദൈവം അത് ഞങ്ങളെ ചൂസ് ചെയ്തു. ഇന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ ടോപ്പിക്കിന്റെ ഒരു ഭാഗമാണ് നമ്മളെ ദൈവം ചൂസ് ചെയ്തു. ഞങ്ങളുടെ കുടുംബത്തെ അത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒത്തിരി കഷ്ടത്തെ കൂടെ കടന്നു പോകേണ്ട വന്നു, ഒത്തിരി പ്രതിസന്ധി ഒക്കെ അനുഭവിച്ചെങ്കിലും അതിനൊരു പ്രിവിലേജ് ഞങ്ങൾക്ക് ദൈവം തന്നു. അത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ടെസ്റ്റിമണി എന്റെയും ഉണ്ട്, മമ്മിയുടെ ഉണ്ട്, ആസാദിയിലും അറോമയിലും ഉണ്ട്. അറോമ ടിവിയിൽ റീസെന്റ് ആയിട്ട് ഉള്ള ഒരു അപ്ഡേറ്റ്സ്, ആസാദിയെക്കാട്ടിലും അറോമ ടിവിയിൽ ചൂടെ അപ്ഡേറ്റ്സ് ഉണ്ട്. നിങ്ങളെ സമയം കിട്ടുമ്പോഴൊക്കെ ആന്റി പറഞ്ഞതുപോലെ കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ നമുക്ക് ഈ വചനഭാഗങ്ങളോട്ട് പോകുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് വചനത്തിലോട്ട് പോകുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 3:14. ഞാൻ നിങ്ങളോട് ആദ്യമേ ഞാനൊരു സോറി ചോദിക്കുകയാണ്. ഞങ്ങളിവിടെ ഇംഗ്ലീഷിലും കന്നഡയിലുമാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ ഞങ്ങൾ നല്ലപോലെ സംസാരിക്കും. പക്ഷെങ്കിൽ ഈ പ്രസംഗത്തിന്റെ ഒരു ഫ്ലോയിൽ പലപ്പോഴും കിട്ടത്തില്ല. വചനം വായിക്കും, പക്ഷെങ്കിൽ പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ചില വചനങ്ങളെ ഞാൻ പറയും. അതുകൊണ്ട് അത് ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സോ ഇനീഷ്യലി നമുക്ക് ഈ വചനം നോക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 3:14. ഞാൻ ഇംഗ്ലീഷിൽ അതിനെ വായിക്കാം ആദ്യം. For we are all partners with Christ if we hold firmly to the end the confidence we had at the beginning. ഒന്നുകൂടെ ഞാൻ വായിക്കാം. For we all are partners with Christ. മലയാളത്തിൽ നോക്കുമ്പോൾ ആദ്യ വിശ്വാസം മുറുകെ പിടിച്ചു കൊണ്ടതാൽ ക്രിസ്തു യേശുവിൽ പങ്കാളികളായിരിക്കുന്നുവല്ലോ. അതാണ് ഇനി ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന ഭാഗം. ക്രിസ്തു യേശുവിൽ പങ്കാളികൾ. We are partners with God, with Christ. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തു യേശുവിൽ
പങ്കാളികൾ എന്നൊരു വേർഡ്, പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന വേർഡ് ലൈഫ് പാർട്ട്ണർ എന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന വേർഡ്. രണ്ടാമത്തെ നമ്മൾ കിട്ടുന്ന ബിസിനസ് പാർട്ട്ണർ. ഈ ഭാഗങ്ങളാണ് ഈ പാർട്ട്ണർ എന്നൊരു വേർഡ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ കൂടെ ചേർന്ന് പോവുക, കൂടെ ചേരുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ പാർട്ട്ണർ എന്നുള്ള ഒരു വേർഡ് വരുന്നത്. അപ്പം ദൈവത്തിന്റെ കൂടെ പാർട്ട്ണർ ആകുക. അപ്പൊ ദൈവവചനം പറഞ്ഞു വി ആർ ഓൾ പാർട്ട്നേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. നമ്മളെല്ലാം ക്രിസ്തു യേശുവിൽ പങ്കാളികളായിരിക്കുന്നുവല്ലോ. അപ്പൊ നമ്മളെല്ലാം വി ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. നമ്മൾ ആ പ്രിവിലേജ് നമ്മളൊന്ന് ഈ വചനത്തിന്റെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൂടെയാണ്, നമ്മൾ ഒരു മനുഷ്യന്റെ കൂടെ അല്ല, നമ്മൾ ദൈവത്തിന്റെ കൂടെയാണ് പാർട്ട്നേഴ്സ് ആയിരിക്കുന്നത്. ദൈവത്തിന്റെ കൂടെ പാർട്ട്നേഴ്സ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അദൃശ്യനായ ദൈവം മഹാത്ഭുതങ്ങൾ ചെയ്യുന്നതിന് കഴിഞ്ഞ പാട്ടുകളിലൊക്കെ നമ്മൾ ശക്തമായി പാടി ആരാധിച്ച ആ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം, ആ ദൈവത്തിന്റെ പാർട്ട്നേഴ്സ് ആണ് നമ്മളാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് ദൈവം ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലുള്ള പാർട്ട്നേഴ്സ്, അതെങ്ങനെ നമുക്കത് ചെയ്യുവാൻ കഴിയും, അത് ഇന്ന് രാത്രി മുന്നോട്ട് ധ്യാനിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഒന്നാമത് പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർ ഇൻ ദ പർപ്പസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ, ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ആ ഒരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശത്തിൽ നമ്മൾ പാർട്ട്നേഴ്സ് ആകണം. അപ്പോൾ അതിന്റെ വചനം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ 2 Peter 2 പത്രോസ് 1:10 നമ്മൾ നോക്കുവാണ്. 2 Peter chapter 1:10 നോക്കുവാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. Therefore my brothers and sisters make every effort to confirm your calling and election, for if you do these things you will never stumble. സോ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണിത്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കുക. ഇംഗ്ലീഷിൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, ഇഫ് യു ഡു ദീസ് തിങ്സ് യു വിൽ നെവർ സ്റ്റംബിൾ. അപ്പൊ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും, നിങ്ങളുടെ പർപ്പസ് എന്താ, നിങ്ങളുടെ ഉദ്ദേശം എന്താ, ദൈവം എന്തുകൊണ്ടാണ് ഒരു സൃഷ്ടികർത്താവ് ഒരു വിഷയത്തെ സൃഷ്ടിക്കുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ പാർട്ട്നേഴ്സ് ടോപ്പിക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ പാർട്ട്നേഴ്സ് ഇപ്പൊ നമ്മൾ ലൈഫ് തുടങ്ങുമ്പോൾ ലൈഫ് പാർട്ട്ണർ, നിങ്ങളും എല്ലാവരും ഓൾമോസ്റ്റ് വിവാഹിതരാണ്. അപ്പോൾ ലൈഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ എന്തോ പറയുന്നത്, അത് ഒരു ഉദ്ദേശമുണ്ട്, എന്തോ ഒരു ചില പ്ലാനിങ് ഒക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ബിസിനസ് പാർട്ട്ണർ നമ്മൾ പറയുമ്പോഴാണെങ്കിലും എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് അവരെ ബിസിനസ് തുടങ്ങുന്നത്. എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ കൂടെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവം എന്തോ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളെ പാർട്ട്നേഴ്സ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഓരോ വ്യക്തിയെ തിരഞ്ഞെടുത്തതിൽ എന്തോ ദൈവത്തിന്, നമ്മൾ ഓരോരുത്തരെ സൃഷ്ടിച്ചതില് ഒരു ഉദ്ദേശമില്ലാതൊന്നും വെറുതെ ദൈവം ഒന്നും നമ്മളെ ഒന്നും ഉണ്ടാക്കത്തില്ല. ഏതിനെയും ഒരു മനുഷ്യനെയോ ഒരു തിങ്ങിനെയോ എന്തിനേയും ഒരു ഉദ്ദേശമില്ലാതെ ഉണ്ടാക്കത്തില്ല, സൃഷ്ടിക്കത്തില്ല. അപ്പൊ ഓരോ വ്യക്തിക്കും ഒരു ഉദ്ദേശമുണ്ട്. 2 രീതിയിലുള്ള ഉദ്ദേശം. ഒന്ന് യുണീക് കോളിംഗ് ഉണ്ട്. ഓരോ വ്യക്തി, എനിക്കൊരു എന്റെ മേലെ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ എന്റെ പേരൻസിന്റെ മേലെ ഒന്നാണെങ്കിൽ എന്റെ മേലെ ഒന്നാണ്. അപ്പം എനിക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വേറൊന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ആണുള്ളത്. അത് യുണീക് പർപ്പസ്. രണ്ടാമത് നമ്മൾ കാണുന്ന ജനറൽ പർപ്പസ് ഉണ്ട്. എല്ലാവരുടെ മേളിലും ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. എല്ലാം ജനറൽ ആയിട്ട് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ കാണുന്നത് 1 പത്രോസ് 2:9 നമ്മൾ അതിനെ കാണാൻ കഴിയും. 1 പത്രോസ് 2:9 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണത്. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ബട്ട് യു ആർ എ ചോസൻ ജനറേഷൻ, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ, ഹിസ് ഓൺ സ്പെഷ്യൽ പീപ്പിൾ, ദാറ്റ് യു മേ പ്രൊക്ലെയിം ദ പ്രൈസസ് ഓഫ് ഹിം ഹു കോൾഡ് യു ഔട്ട് ഓഫ് ഡാർക്ക്നെസ് ഇൻടു മാർവലസ് ലൈറ്റ്. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അന്ധകാരത്തിൽ നിന്ന്, അത് സംക്ഷിപ്തമായി നമ്മൾ പറയുമ്പോൾ അന്ധകാരത്തിൽ നമ്മളെ പ്രകാശത്തിലോട്ട് വിളിച്ചപ്പോൾ ആ സൽഗുണങ്ങൾ, ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തജനവും ആകുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്? നമ്മളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലോട്ട് വിളിച്ചത് ആ ദൈവത്തിന്റെ സൽഗുണത്തെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വംശവും വിശുദ്ധ വംശവും. അങ്ങനെ ഞാൻ ഇന്ന് രാത്രി ഈ പോയിന്റിൽ നിന്ന് പറയുന്നത് രാജകീയ പുരോഹിത വംശം എന്ന രണ്ട് വേർഡ്, റോയൽ പ്രീസ്റ്റ്ഹുഡ്, 2 ഡിവിഷൻ ആണ് അവിടെ. അപ്പൊ ആ ഒരു വൺ വേർഡ് ആയിട്ട് ഇരിക്കുന്നത്. ആ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് റോയൽ. പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞപ്പം നമുക്ക് ഇപ്പം ഇത് പുതിയ നിയമത്തിൽ ഈ ഒരു വചനമാണ് എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മള് പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റിനെ പോലെ നമ്മള് നിന്ന് ചെയ്യണമെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രീസ്റ്റ്ഹുഡ് നമുക്ക് കിട്ടിയ ഒരു കോളിംഗ്. നമ്മളിപ്പം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുക, ജനങ്ങളെ ലീഡ് ചെയ്യുക, നമുക്ക് കിട്ടിയിരിക്കുന്ന കോളിംഗ്, ആ ഒരു ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം, അതാണ് ആ പ്രീസ്റ്റ്ഹുഡിൽ വരുന്ന ആ ഒരു ഭാഗമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. മെയിൻ ആയിട്ട് ഞാൻ വരുന്ന ഭാഗം റോയൽ എന്ന് വെച്ചാൽ രാജകീയ
പുരോഹിത വംശം. രാജകീയ എന്ന് പറഞ്ഞാൽ ഒരു റോയൽറ്റി അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം നമ്മുടെ ദൈവം രാജാതി രാജാവാണ്, സർവശക്തൻ. അപ്പൊ രാജാതി രാജാവ്, സകലത്തിനും മീതെ ഉള്ള രാജാവ്, രാജാവിന്റെ മക്കളാണ് നമ്മൾ എന്നാണ് ദൈവവചനം പറയുന്നത്. Those who are led by the Spirit of God are sons of God. So പരിശുദ്ധാത്മാവ് നടത്തപ്പെടുന്ന വ്യക്തിയെല്ലാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ മക്കൾ നമ്മൾ ആരാ? രാജാവിന്റെ മക്കളാണ് നമ്മൾ. രാജാവിന്റെ സാധാരണ നമ്മൾ പറഞ്ഞിട്ട് പോകുന്നല്ല. ഇന്ന് രാത്രി നമ്മൾ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഇച്ചിരി കൂടെ ഒന്ന് ആഴത്തിലൊന്ന് ചിന്തിക്കണം. നമ്മൾ രാജാവിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ രാജാവിന് എന്തുണ്ട്? ഒരു അധികാരമുണ്ട്. രാജാവിന്റെ മക്കൾക്ക് അവകാശങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ രണ്ട് കാര്യമുണ്ട്. ഒന്ന് അധികാരമുണ്ട്, രണ്ട് അവകാശമുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടൂളാണ് അതോറിറ്റി. പലപ്പോഴും നമ്മളത് വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കാറില്ല. അതാണ് നമ്മുടെ ഫെയിലിയർ. അതാണ് വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കാറില്ല. ആദ്യത്തെ ആദാം, അവൻ പാപം ചെയ്ത് അവന്റെ ദൈവത്തിന്റെ മഹിമാവ് നഷ്ടപ്പെട്ടു. ദൈവം കൊടുത്ത അധികാരം നഷ്ടപ്പെട്ടു. അവൻ ആത്മീയ മരണം അനുഭവിച്ചു. ആത്മീയ മരണം സംഭവിച്ചു. അപ്പോൾ ആ ആത്മീയ മരണം നമുക്ക് കാണാൻ സാധിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ആ പാപത്തിന് മേലും ശാപത്തിന് സകല പൈശാചിക മേഖലകളുടെ മേലും ദൈവം നമുക്ക് ജയം തന്ന് നമുക്ക് പിന്നെ അധികാരം നമുക്ക് തിരിച്ചു തന്നെന്നാണ് ദൈവവചനത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഏത് രീതിയിൽ ഏത് മണ്ഡലത്തിലുള്ള അധികാരമാണ് നമ്മളവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് കാണുന്നത് നിക്കോദിമോസിനോട് യേശുക്രിസ്തു പറയുന്നത് നീ പുനർജനിക്കണം, യു ഹാവ് റീബർത്തിനെ പറ്റി പറയുമ്പോൾ പിന്നെ നിക്കോദിമോസ് ചോദിക്കുന്നത് ഞാൻ പിന്നെയും അമ്മയുടെ വയറ്റിൽ പോയി. അങ്ങനെയല്ല. സോ റീബർത്ത് നടക്കുന്ന സ്പിരിച്വൽ റെലമിലാണ്, ഒരു ആത്മമണ്ഡലത്തിലാണ്, ഒരു റെലത്തിലാണ് ആ സ്പിരിച്വൽ നമുക്കൊരു രാജകീയമായ ഒരു അതോറിറ്റി. നമ്മൾ ദൈവത്തിന്റെ മക്കളാകുമ്പോൾ, നമ്മൾ രാജാവിന്റെ മക്കളാകുമ്പോൾ ആ രാജാവിനുള്ള ഒരു അതോറിറ്റി ഉണ്ട്, ഒരു അവകാശമുണ്ട്. അപ്പം ആ അതോറിറ്റിയാണ് നമ്മൾ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ അതോറിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എവിടെയാണ് ഈ അധികാരം ഉപയോഗിക്കുന്നത്? അതാണ് സ്പിരിച്വൽ റെലം, ആത്മമണ്ഡലത്തിലാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു രീതിയിലല്ല ഇത് സംഭവിക്കുന്നത്. നിക്കോദിമോസോട് കർത്താവ് പറഞ്ഞതുപോലെ നീ റീബർത്ത് ആണെന്നൊരു അത് ആത്മാവിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം ഈ റൂളിംഗ് നമ്മൾ ചെയ്യേണ്ടത് ആത്മാവിലാണ്. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തുകൊണ്ടാ? ആ ആത്മമണ്ഡലത്തിൽ നമുക്ക് ആക്സസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ആത്മമണ്ഡലത്തിലെ ആക്സസ് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിളിച്ചത് എന്തുകൊണ്ട്? നമ്മൾ റൂൾ ചെയ്യാൻ വേണ്ടി. നമ്മൾ പറഞ്ഞതുപോലെ കാര്യം നടക്കത്തുള്ളൂ. ഒരു രാജാവ് പറയുന്ന പോലെയല്ല, നമ്മളാണ് റൂൾ ചെയ്യുന്നത്. ആ രാജാവിന്റെ മക്കൾ നമ്മളാണെങ്കിൽ ഏത് രാജാവിന് ഏത് ലീഡർ എന്ത് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയുന്ന പോലെയാണ് ദേശം നടക്കുന്നത്, നമ്മൾ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ നാവിനാണ് അധികാരം ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ അധികാരം നമ്മൾ മനസ്സിലാക്കിയവരായി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നമുക്ക് തന്നേക്കുന്ന ഒരു അധികാരമുണ്ട്, നമുക്ക് തന്നേക്കുന്ന റൂളുണ്ട്. നമ്മൾ അധികാരം ഏറ്റെടുക്കണം. വചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാം, ദൈവം പറയുന്നുണ്ട്, ഐ ഹാവ് ഗിവൻ യു അതോറിറ്റി ഓവർ പാമ്പുകളെയും തേളുകളെയും സാധാരണ സകല ബലത്തെയും മെതിക്കുവാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ആ ദൈവം തന്നേക്കുന്ന ഒരു അധികാരമാണത്. പ്രത്യേകിച്ച് നമുക്ക് കാണാം ഹൗ ടു ആക്സസ് ദാറ്റ്. നമുക്ക് എങ്ങനെയാണ് അതോറിറ്റി ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 12 to 14 നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇംഗ്ലീഷിൽ അത് വായിക്കാം. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 12 to 14. The person who follows me in faith, believing in me, will do the same mighty miracle that I do, even greater than these, because I go to be with my Father. So യേശു പറയുന്ന ഒരു കാര്യമാണ്, the person who follows me, എന്നെ അനുഗമിക്കുന്ന വ്യക്തിയും എന്നിൽ വിശ്വസിക്കുന്ന വ്യക്തിയും ഞാൻ ചെയ്യുന്നേക്കാളും അധികം ചെയ്യും. അപ്പൊ യേശു ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രോഗികളെ സൗഖ്യമാക്കി, പിശാചുക്കളെ ഓടിച്ചു, ജനങ്ങളെ വിഴിപ്പിച്ചു, റിപ്പറ്റൻസ് നടത്തി. ഇതൊക്കെയാണ് ദൈവം ചെയ്തത്. അപ്പം യേശുവിലെ വിശ്വസിക്കുന്ന, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്കും അതിനേക്കാളും അധികം സാധിക്കുമെന്നാണ് ദൈവം പറയുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് എന്തുവാ, ആ ഒരു ആഴത്തിൽ നമ്മൾ ഇറങ്ങുന്നില്ല. ഒരു വിഷയം വരുമ്പോൾ ദൈവം പറയുന്നു, ആന്റി ആ വചനം കോട്ട് ചെയ്ത് പറഞ്ഞു, ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് ജാതികൾ അവകാശമായി തരും. You ask and you will receive. Your faith can do great things. മാത്രമല്ല ദൈവം വചനം പറയുന്നുണ്ട്, ജീവനും മരണവും നിന്റെ നാവിലാണ് ഞാൻ തന്നേക്കുന്നത്.
നിങ്ങൾ പറയുന്ന പോലെ, ഞാൻ പറയുന്ന പോലെ കാര്യം നടക്കത്തുള്ളൂ. പിശാചിന്റെ ഒരു പ്രവർത്തനവും നടക്കത്തില്ല. പിശാചൻ നീ അഴിഞ്ഞു പോന്ന് പറഞ്ഞാൽ അവന് അഴിഞ്ഞു പോയാലേ പറ്റത്തുള്ളൂ. ബിക്കോസ് നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ അധികാരം ആന്റി നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ചിന്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഫ്രം ദ ബിഗിനിങ് തന്നെ പല രീതിയിലും ദൈവത്തിന്റെ ഓൾറെഡി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാട്ടിലും മധ്യസ്ഥപ്രാർത്ഥന എല്ലാം ദൈവം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ദൈവം നമുക്ക് ഒരു അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നെക്സ്റ്റ് ഈ ഒരു 2025 കഴിയാറായി നെക്സ്റ്റ് നമ്മൾ കാൽച്ചുവടുകൾ വെക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ അധികാരം എന്തുവാന്നുള്ള ഒരു വ്യക്തമായ ഒരു ബോധ്യം വേണം. നമ്മൾ ദൈവത്തിലൂടെ പാർട്ട്നേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പാർട്ട്ണർഷിപ്പിൽ ദൈവം ആഗ്രഹിക്കുന്നതൊന്നുണ്ട്. ആ രാജാവ് തന്നിരിക്കുന്ന അധികാരത്തിൽ നമ്മൾ നടക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മൾ നമ്മുടെ നാവിന്റെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഏത് രോഗമാണെങ്കിലും ഏത് പൈശാചിക പോരാട്ടമാണ് നിങ്ങളുടെ മുമ്പിൽ ദൈവം തരുന്ന എന്ത് വിഷയങ്ങളായിക്കോട്ടെ, ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനോട്ട് ഞാൻ കടന്നു വരാം. ദൈവഹിതം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അത് പറഞ്ഞുകൊണ്ട് ദൈവഹിതമാണോ അല്ലയോ, ഇങ്ങനാണോ അങ്ങനെ അല്ലയോ, എങ്ങനെയാ ഞാൻ ഭയങ്കര ഡൗൺ ആയി, ഭയങ്കര ഡിപ്രസ്ഡ് ആയി, ഭയങ്കര കരച്ചിലും നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഞാൻ ആ ഭാഗത്തിലോട്ട് വരാം. അപ്പം ആദ്യമായി നമ്മൾ കാണുന്നത് പാർട്ട്ണർ ഇൻ പർപ്പസ്, ഇൻ ദ പർപ്പസ് നമുക്ക് തന്നേക്കുന്ന പർപ്പസിൽ നമ്മൾ ദൈവത്തിലൂടെ പാർട്ട്ണർ ആകണം. ആ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് പാർട്ട്ണർ ഇൻ സഫറിങ്. ഇത് നമുക്ക് എന്താ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ. പാർട്ട്ണർ ഇൻ സഫറിങ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാൻ 8:11 ജോൺ ചാപ്റ്റർ 18:11 വി സി പത്രോസിനോട് യേശു പറയുന്നതാണ്. യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ പത്രോസിനോട് പറയുന്ന കാര്യം പുട്ട് യുവർ സ്വോർഡ് അവേ. അപ്പൊ വചനം ഇങ്ങനെ പറയുന്നു, പുട്ട് യുവർ സ്വോർഡ് അവേ. ഡു യു റിയലി തിങ്ക് I will avoid the suffering which my father has assigned to me? ഈ ട്രാൻസ്ലേഷനിൽ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വ്യക്തമായിട്ട് പറയുന്നത് പുട്ട് യുവർ സ്വോർഡ് അവേ. ഡു യു റിയലി തിങ്ക് ഐ വിൽ അവോയ്ഡ് ദ സഫറിങ് വിച്ച് മൈ ഫാദർ ഹാസ് അസൈൻ ടു മീ? പിതാവായ ദൈവം എനിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു സഫറിങ് ആണിത്. ആ സഫറിങ്ങിൽ കൂടെ ഞാൻ കടന്നു പോയാലേ പറ്റൂ. അതെനിക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുമോ? അവന്റെ ചെവി എടുത്ത് വെട്ടിയാല് അവൻ എന്നെ ഇട്ടിട്ട് പോകും, അറസ്റ്റ് ചെയ്യത്തില്ല, അങ്ങനെ പോയി പറ്റത്തില്ല. ഐ ഹാവ് ടു ഗോ ടു ദ സഫറിങ്. അപ്പം ആ സഫറിങ്ങിൽ എന്തുകൊണ്ട് ഒരു പക്ഷേ യേശു ആ സഫറിങ് അനുഭവിച്ചില്ലായിരുന്നു എങ്കിൽ എന്തോ ആയേനെ. നമ്മൾ ഇന്ന് ഫ്രീഡത്തോടെ ആത്മാവിലുള്ള ഫ്രീഡത്തോടു കൂടെ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, ആ ഒരു റിലേഷൻഷിപ്പ് ദൈവം പുതുക്കി തന്നിരിക്കുമ്പോൾ, ഒരു പക്ഷേ ആ സഫറിങ്ങിൽ കൂടെ യേശു കടന്നു പോയില്ലായിരുന്നു എങ്കിൽ ഇന്നത്തെ സ്ഥിതി നമ്മുടെ എന്തോ ആയനെ. പക്ഷെങ്കിൽ നമുക്ക് വായിക്കാൻ കഴിയും ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:8-11 നമുക്ക് വളരെ അറിയുന്ന ഒരു വചനമാണ്. ഫിലിപ്പിയർ 2:8-11 യേശുവിനെ പറ്റി പറയുന്ന ഒരു ഭാഗമാണ്. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ഹി വാസ് ഹംബിൾ ആൻഡ് വാക്ക്ഡ് ദ പാത്ത് ഓഫ് ഒബീഡിയൻസ് ഓൾ ദ വേ ടു ഡെത്ത്, ഹിസ് ഡെത്ത് ഓൺ ദ ക്രോസ്. ഫോർ ദിസ് റീസൺ ഗോഡ് റേസ്ഡ് ഹിം. ഇനിയൊരു ട്രാൻസ്ലേഷനിൽ കാണുന്നത് ബിക്കോസ് ഓഫ് ദാറ്റ് ഒബീഡിയൻസ് ഗോഡ് എക്സോൾട്ടഡ് ഹിം ആൻഡ് മൾട്ടിപ്ലൈഡ് ഹിസ് ഗ്രേറ്റ്നെസ്. ഹി ഹാസ് നൗ ബീൻ ഗിവൻ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ നെയിംസ്. രണ്ട് കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും നടന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, നമുക്ക് രക്ഷ ദൈവം തന്നു, ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം നമുക്ക് കാണുന്നത് ഇവിടെ വചനത്തിൽ പറയുന്നു, യേശു പിതാവായ ദൈവത്തിന്റെ ഹിതത്തിൽ ഒബീഡിയന്റ് ആയി, പിതാവായ ദൈവത്തിന്റെ പർപ്പസിൽ പാർട്ട്ണറായി, ദൈവം ഉദ്ദേശിച്ച ആ സഫറിങ്ങിൽ പാർട്ട്ണറായി മുന്നോട്ട് പോയപ്പോൾ, ഒബീഡിയന്റ് ആയിരുന്നപ്പോൾ, ഒരു ക്വസ്റ്റനും ഇല്ലാതെ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വിട്ടത്, എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്, ഇങ്ങനെ ആയതെന്ന് ചോദ്യം ചോദിക്കുന്നത്. ഇത് ദൈവത്തിന്റെ ഒരു പ്ലാനാണ്. ഈ ദൈവം എനിക്ക് തന്നേക്കുന്ന ഒരു ഇച്ചിരി നാളത്തേക്ക് തന്നേക്കുന്ന ഒരു സഫറിങ് ആണ്. യേശുവിന് നന്നായിട്ട് അറിയാം ഇത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ഉയർപ്പുണ്ട്. അപ്പം ദൈവം നമുക്കും തന്നേക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് കഷ്ടത ഉണ്ടെങ്കിലും അതിനകത്തൊരു നീക്കുപോക്കുണ്ട്. ദൈവം തന്നിക്കുന്ന ഒരു പ്രോമിസാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് ആഴത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കഷ്ടത വരുമ്പോൾ നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഇന്ന് രാത്രി നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിക്ക് ഒരു വ്യത്യാസം വേണം. യേശു അവിടെ ഒബീഡിയന്റ് ആയിരുന്നപ്പോൾ, when he was obedient, his name was taken greater than all the other names. എല്ലാ നാമത്തിനും മേലായ നാമം മാത്രമല്ല. വചനത്തിൽ താഴ്മ വായിക്കുന്നത് സ്വർലോകവും ഭൂലോകവും അധോലോകവും, ഹെവൻട്രി റെലം, എർത്തി റെലം ആൻഡ് ഡീമോണിക് റെലം, എല്ലാ റെലത്തിലും മേലായ നാമം എന്റെ യേശുവിന്റെ നാമം കൊടുക്കണമെങ്കിൽ യേശു അവിടെ ഒബീഡിയന്റ് ആയിരുന്നു. He was partnering in the suffering.
അപ്പൊ പിതാവായ ദൈവത്തിന്റെ ആ സഫറിങ്ങിൽ പാർട്ട്ണർ ആയിരുന്നു. അതാണ് നമ്മൾ ഇന്ന് രാത്രി ഒന്ന് ധ്യാനിക്കേണ്ടത്. പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:10. എന്തുകൊണ്ടാണ് ഞാൻ വചനം വായിക്കുന്നത്, വചനത്തിൽ കൂടെ പറയുന്നത് വെച്ചാൽ അതിനൊരു, ഞാൻ വെറുതെ എന്തൊക്കെയോ പറയുന്നതല്ല, വചനത്തിൽ അടിസ്ഥാനം ഉള്ളതുകൊണ്ടാണ് ഞാൻ വചനം പറയുന്നത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:10 എന്ന് പറയുന്നത് പൗലോസ് പറഞ്ഞ ഐ വോണ്ട് ടു നോ ക്രൈസ്റ്റ്, യെസ് ടു നോ ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഹിസ് സഫറിങ്സ്. അപ്പം ക്രിസ്തുയേശു അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളോട് കൂടെ കൂട്ടാളിയായും, അവന്റെ കഷ്ടാനുഭവങ്ങളോടുകൂടെ കൂട്ടാളിയായും. അത് പൗലോസിന് ഒരു വ്യക്തമായി, പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ടാണ് അവിടെ സഫറിങ്ങിന്റെ ഒരു ദൈവത്തിന്റെ ഒരു പ്ലാൻ ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നതും നമ്മൾ ഒരു പാർട്ട്ണർ ആകണമെന്ന് പറയുന്നതും. മാത്രമല്ല ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:29 നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:29 ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. വരം നൽകിയിരിക്കുന്നു. ഇംഗ്ലീഷ് നമ്മൾ കാണുന്നത് ഇറ്റ്സ് എ പ്രിവിലേജ് എന്നാ. ഇറ്റ്സ് എ പ്രിവിലേജ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പ്രിവിലേജ് എന്ന് പറയുന്ന വാക്ക് അത് ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, അത് ഒരു സ്പെഷ്യലി അത് ഒരു ഗ്രാൻറ്റഡ് ആണ്, അതൊരു ബ്ലെസ്സിങ് ആണ്. സോ ഇറ്റ്സ് എ പ്രിവിലേജ് ടു സഫർ ഫോർ ക്രൈസ്റ്റ്. അങ്ങനെയാ പൗലോസ് സഫറിങ്ങിനെ പറ്റി പറയുന്നത്. നമ്മൾ പലപ്പോഴും വിഷമിക്കും, കഷ്ടത എന്ന് പറഞ്ഞാൽ വിഷമിക്കും. യോബ് പറഞ്ഞത് ഭാര്യയോട് പറയുക, എടി നമുക്ക് സന്തോഷവും അനുഗ്രഹങ്ങളും തന്ന ദൈവം കഷ്ടത തന്ന നമ്മൾ എന്തുകൊണ്ടാണ് പറയേണ്ടത്? അപ്പൊ കഷ്ടത എന്ന് പറയുന്നത് ദൈവത്താൽ അസൈൻ ചെയ്ത കഷ്ടതയുണ്ട്, നമ്മളെ ഉണ്ടാക്കുന്ന കഷ്ടതയുണ്ട്. ദൈവത്താൽ അസൈൻ ചെയ്ത കഷ്ടതയാണെങ്കിൽ ദൈവം അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ദൈവത്തിൻ്റെതാ. നമ്മളെ ഉണ്ടാക്കിയ കഷ്ടത ആണെങ്കിൽ ഡിസോബീഡിയന്റ് ആയി പോയി, നമ്മളെ ഉണ്ടാക്കിയ കഷ്ടത ആണെങ്കിൽ യോന പോയതുപോലെ പിന്നെ മീൻ്റെ വയറ്റിൽ ഇരുന്ന് നമ്മൾ മാനസാന്തരപ്പെട്ട് പിന്നെ കൊണ്ടിടും. അപ്പം നമ്മൾ ഗ്രഹിക്കണം, ദൈവത്താൽ അസൈൻ ചെയ്ത കഷ്ടതയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അതിനൊരു നീക്കുപോക്കുണ്ട്. പക്ഷെങ്കിൽ ആ കഷ്ടതയിൽ എങ്ങനെയാണ് നമ്മൾ അത് ആ വിഷയത്തെ കൊണ്ടുപോകുന്നത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പൗലോസ് പറയുന്നത് കഷ്ടം വെറും വിശ്വസിക്കാൻ, നോട്ട് ഓൺലി ടു ബിലീവിന് മാത്രമല്ല, വെറും വിശ്വസിക്കാൻ മാത്രമല്ല, അവന്റെ കൂടെ കഷ്ടം അനുഭവിക്കാൻ നമുക്ക് വരം തന്നിരിക്കുന്നു. വിശ്വസിപ്പാൻ മാത്രമല്ല വരം തന്നിരിക്കുന്നത്, കഷ്ടം അനുഭവിക്കുവാനും ഒരു വരം ദൈവം തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് എ പ്രിവിലേജ് ടു സഫർ. പൗലോസ് ഇത് പറഞ്ഞത് വെറും ഒരു പൊട്ടത്തരമായിട്ടല്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും കഷ്ടം ആ മനുഷ്യൻ അനുഭവിച്ചെങ്കിൽ നമ്മൾ ഇപ്പോഴും ആ ജനറേഷനിൽ നിന്ന് മനുഷ്യനാണ്. ഈ ജനറേഷനിൽ നമ്മൾ ആ മനുഷ്യനെ പറ്റി ഒരു ദിവസം പോലും പൗലോസിനെ കുറിച്ച് പ്രസംഗിക്കാത്ത ഒരു ദിവസവും ഇല്ല. മിക്കവാറും അല്ലെങ്കിൽ ഐ ബിലീവ് എവ്രി സിംഗിൾ ഡേ പൗലോസിനെ പറ്റി പ്രസംഗിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അത്രയും കഷ്ടതയിൽ കൂടെ ആ മനുഷ്യൻ പോയപ്പോൾ അതിന്റെ റിസൾട്ട് കണ്ടോ? ജനറേഷൻ ആണ് പുള്ളിയെ പറ്റി പ്രസംഗിക്കുന്നത്. 14 എപ്പിസ്റ്റൽസ്, 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. വചനത്തിന്റെ ആഴങ്ങളും മർമ്മങ്ങളെ ഇപ്പൊ നമുക്ക് ഈ വചനം വായിച്ചിട്ട് തന്നെ നമുക്ക് ഗ്രഹിക്കുന്നില്ല. വചനം വായിച്ചിട്ട് തന്നെ ഇതെന്തുവാന്ന് പല റോമാലേഖനമൊക്കെ ചിലത് വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല ചില വചനങ്ങൾ. പക്ഷെങ്കിൽ ആ മനുഷ്യൻ അത് മനസ്സിലാക്കി എഴുതണം എന്നുണ്ടെങ്കിൽ ആ പുള്ളിക്ക് ഉണ്ടായിരുന്ന ആ വെളിപ്പാടും ആ ബ്ലെസ്സിങ് എത്രമാത്രം, അത് സഫറിങ്ങിൽ കൂടെ മാത്രമേ അത് നമുക്ക് കഷ്ടത തരാൻ നമ്മളെ ഇങ്ങനെ അഴിച്ചു വിട്ടാറുണ്ടല്ലോ, ദൈവത്തിന് നമ്മളെ കിട്ടത്തില്ല, പാർട്ട്നേഴ്സായി കിട്ടത്തില്ല. നമുക്ക് കഷ്ടത തന്നാൽ മാത്രമേ ആ കഷ്ടതയിൽ ദൈവം തരുമ്പോൾ ഇത് ദൈവത്താൽ അസൈൻ ചെയ്യപ്പെട്ട കഷ്ടതയാണ് എന്ന് ഗ്രഹിച്ച് കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ആ വ്യക്തിയാണ് വിശ്വാസി, ആ വ്യക്തിയാണ് യഥാർത്ഥ പാർട്ട്ണർ, ആ വ്യക്തിയാണ് ദൈവത്തിന് ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. പൗലോസ് പറയുക, ഇല്ല എനിക്ക് പറ്റത്തില്ല, ഇതൊന്നും ഞാൻ എൻ്റെ അപ്പന് എനിക്ക് സ്വന്തമായി ഷിപ്പുണ്ട്, എനിക്ക് എന്തോ പഠിത്തമുണ്ട്, ഞാൻ ഇതിനൊക്കെയാണോ വിളിച്ചത്, എന്തോ അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു പക്ഷേ അതുപോലെ റിയാക്ട് ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഈ വചനങ്ങൾ കിട്ടത്തില്ലായിരുന്നു. But he was obedient. How he reacted to the suffering. ഇന്ന് രാത്രികാലം പല വിഷമങ്ങളിലും പല ഭാരങ്ങളിലും ആയിരിക്കുന്ന ദൈവമക്കളാ ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. പക്ഷെ ആ ദൈവമക്കളോട് പറയുന്നത് ഇതാ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മൾ ഉറപ്പിക്കുന്നതാ, കഷ്ടതയിൽ നീ ഭാരപ്പെടേണ്ട, കഷ്ടതയിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. വെള്ളത്തിൽ കൂടെ നടന്നാലും അത് നിന്നെ മുക്കി കളയത്തില്ല, തേയിൽ കൂടെ നടന്നാൽ ദഹിപ്പിച്ച് കളയത്തില്ല. ബിക്കോസ് ഗോഡ് ഇസ് വിത്ത് യു. ദൈവം പറയുന്നുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾ കഷ്ടതയുണ്ട്, പക്ഷെ ധൈര്യപ്പെടും, ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് ആണ്, ആ ലോകത്തെ ജയിച്ച ദൈവമാ.
ലോകത്തെ ജയിച്ച ദൈവമാണ് ഞാൻ. ആ ജയശാലിയായ ദൈവത്തിന്റെ പാർട്ട്നേഴ്സ് ആണ് നമ്മള്. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, ഐ എം എ പാർട്ട്ണർ വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ദൈവത്തിന്റെ പാർട്ട്ണറാ. ദൈവം എന്നെ തെരഞ്ഞെടുത്തതാ. അപ്പൊ ഞാൻ എങ്ങനെ നിൽക്കണം? ഞാൻ ഏത് രീതിയിൽ നിൽക്കണം? മൂന്നാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് പാർട്ട്ണർ ഇൻ ദ ക്യാരക്ടർ. നമ്മൾ ഈ വിഷയത്തിലും ഒന്ന് സ്ലോ ആണ്. ദൈവത്തിന്റെ ആ സ്വഭാവത്തിൽ പാർട്ട്ണർ ആകുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈഫ് പാർട്ട്ണർ, ഒരു ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് നല്ലൊരു സക്സസ്ഫുൾ ആയ ഒരു ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ പല അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്താലേ ജീവിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെ? അപ്പൊ അതുപോലെ ബിസിനസ് ആണെങ്കിലും ഒരു സക്സസ് അവരുടെ ജീവിതത്തിൽ ബിസിനസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു യുനോ പല സ്വഭാവത്തിലും ക്ലാഷസ് ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പൊളിയത്തേ ഉള്ളൂ. സ്വഭാവത്തിൽ ഒരു യൂണിറ്റി വേണം. എന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെയും ദൈവത്തിന്റെ ആത്മാവ് ഈ പാർട്ട്ണറെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെയാണ് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പരിശുദ്ധാത്മാവ് മൂലമായ ദൈവം നമുക്ക് തരും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ രണ്ട് കാര്യം മാത്രമാണ് ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് ഒരു വചനം നമ്മൾ വായിക്കണം. റോമർ 5:3 മുതൽ 5 വരെ. റോമർ 5:3 മുതൽ 5 വരെ ഞാൻ വായിക്കാം ഇംഗ്ലീഷിൽ. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് വി ഓൾസോ glory in tribulation, knowing that tribulation produces perseverance, and perseverance character, and character hope. Now hope does not disappoint. അപ്പൊ നമുക്ക് മലയാളത്തിൽ വായിക്കുന്ന കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും. ആൻഡ് ദാറ്റ് ഹോപ്പ് വിൽ നോട്ട് ഡിസപ്പോയിന്റ്. അപ്പം നമുക്കിവിടെ വ്യക്തമായി കാണാൻ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും. സിദ്ധത ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്ന ക്യാരക്ടർ എന്നാണ്. അപ്പൊ കഷ്ടത എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേഷ്യൻസ് നമുക്ക് പഠിപ്പിച്ചു തരും. പലപ്പോഴും ദൈവം പല വിഷയങ്ങളെയും വിടുവിക്കാതൊക്കെ വരുമ്പോഴുണ്ട് നമുക്ക് വളരെ ഇംപേഷ്യന്റ് ആണ്, നമ്മൾ ഭയങ്കര ഇംപേഷ്യന്റ് ആണ്. പക്ഷേങ്കിൽ ആ കഷ്ടതയിൽ കൂടെ നമ്മൾ ദൈവത്തിനും കൂടെ ചേർന്ന് നടക്കുമ്പോൾ ആ പാർട്ട്ണർഷിപ്പിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് വരാം. അത് ഏത് രീതിയിലാണെന്നൂടെ നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പം ഈ കഷ്ടത നമുക്ക് ചേർന്ന് നടക്കുമ്പോൾ അവിടെ ആ പേഷ്യൻസി നമുക്ക് വരും. ദൈവത്തിന്റെ പേഷ്യൻസിനെ പറ്റി സോറി പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. പല ദൈവത്തിന്റെ ക്യാരക്ടർ പറയുമ്പോൾ എന്തൊരു വചനം ദീർഘക്ഷമയുള്ള ദൈവമാണ്. നമ്മളെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ ദൈവം പറഞ്ഞ പാടറിയാവോ? നമ്മുടെ സ്വഭാവം ഒന്ന് മാറ്റി നമ്മളെ ഒന്ന് എടുത്തൊന്ന് ഉപയോഗിക്കാൻ ദൈവം നമ്മൾ പലപ്പോഴും ദൈവമേ ഇതെന്താ സമയത്ത് നടക്കാത്ത, അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല, അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു, ഇങ്ങനെയൊന്നും നടക്കുന്നില്ല. പല സമയത്തും പല വിഷയം നമ്മൾ ഇംപേഷ്യന്റ് ആണ്. പക്ഷെ ദൈവം ആ സമയങ്ങളിലൊക്കെയും നമ്മൾ ഡൗൺ ആയി പോകുന്ന സമയങ്ങളൊക്കെയും പാട്ടിൽ നമ്മൾ ആരാധിച്ച പോലെ ആ സമയം പിന്നെയും നമ്മളെ താങ്ങി, പിന്നെയും നമ്മളെ പൊക്കിയെടുത്ത് ദൈവം എത്ര പേഷ്യന്റ് ആണെന്ന് ദൈവത്തിന്റെ ഹൃദയത്തെ ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചേ. ദൈവത്തിന്റെ ഹൃദയത്തിൽ എത്ര മാത്രം ഹൗ മച്ച് ഗോഡ് ഇസ് പേഷ്യന്റ്. എത്ര പേഷ്യന്റ് ആണ് നമ്മുടെ ദൈവം. നമ്മളൊന്ന് ശരിയാക്കി ദൈവഹിതത്തിനൊന്ന് കൊണ്ടെത്തിച്ച് ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ നാമം ഒന്ന് മഹത്വപ്പെടുത്തി എടുക്കാൻ ദൈവം എടുക്കുന്ന സ്റ്റെപ്പും ദൈവം എടുക്കുന്ന താഴ്മയും ഇന്ന് രാത്രി നമ്മളൊന്ന് ചിന്തിക്കണം. കഷ്ടത താഴ്മ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യും. അപ്പോൾ ഒരിക്കലും നമ്മൾ കഷ്ടത കുറിച്ച് വിഷമിക്കരുത്. നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കണം. അതിനകത്തെല്ലാം അതൊക്കെ ഈ പാർട്ട്ണർഷിപ്പിൽ പെടുന്ന ഒരു കാര്യം. അതിൻ്റെ എല്ലാം ലാസ്റ്റിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടാൻ വേണ്ടി തന്നെ ദൈവം ഒരു വചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ലെമന്റേഷൻസിൽ. വെറുതെ മനുഷ്യൻ പുത്രന്മാരെ ദൈവം ദ്രോഹിക്കത്തില്ല, വെറുതെ ഒന്നും ദ്രോഹിക്കത്തില്ല. ദൈവം ഒരു പ്ലാൻ വെച്ച് തന്നെയാണ് ഓരോരുത്തരും ഓരോ രീതിയിൽ. ഒരാൾക്ക് സാമ്പത്തികം, ഒരാൾക്ക് മാനസികം, ഒരാൾക്ക് രോഗമാണെങ്കിൽ വേറൊരാൾക്ക് വേറൊന്ന്. ഓരോരുത്തർക്ക് താങ്ങാൻ പറ്റുന്ന പോലെ, ഓരോരുത്തർക്കുള്ള കപ്പാസിറ്റിയെ പോലെ ദൈവനാമ മഹത്വത്തിനായി ദൈവം ഓരോരുത്തരും എടുക്കുന്ന ഒരു വെസലാണ്. അപ്പൊ അതിൽ ഞാൻ എന്തോ ചെയ്യണം? അപ്പൊ ഞാൻ ദൈവത്തിന്റെ പാർട്ട്ണറാണ്. ഈ ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ വന്ന പല കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ നമുക്ക് കാണുന്ന റോമർ 8:13 മുതൽ 17 വരെയുള്ള വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഈ സ്വഭാവ മാറ്റം നമ്മളിൽ വരുത്തുന്ന ഹോളി സ്പിരിറ്റിനാണ് നമ്മളെ ഈ സ്വഭാവമാറ്റം ചെയ്യുവാൻ സാധിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിന്റെ കൂടെയുള്ള ഒരു റിലേഷൻഷിപ്പ്, പരിശുദ്ധാത്മാവിന്റെ കൂടെയുള്ള ഒരു ബന്ധത്തിന് ഭയങ്കര ഒരു റോളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ നമ്മളിവിടെ വായിക്കുന്നത് റോമർ 8:13 മുതൽ 17 വരെ. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ഫോർ ഇഫ് യു ലിവ് അക്കോർഡിംഗ് ടു യുവർ ഹ്യൂമൻ നേച്ചർ you are going to die, but if by the Spirit
put to death your sinful actions, you will live. Those who are led by God's Spirit are God's children. ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കുന്നു. അപ്പൊ നമ്മുടെ ക്യാരക്ടറിനെ ഏത് രീതിയിലാണ് നമ്മൾ മരിപ്പിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിനാൽ. അതിനാ ദൈവത്തിന് വചനം പറയുന്നത്, ഹോലി നമുക്ക് തന്നേക്കുന്ന ആ ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ബട്ട് ദ സ്പിരിറ്റ് ഓഫ് പവർ, ലവ് ആൻഡ് സെൽഫ് കൺട്രോൾ. നമുക്ക് തന്നേക്കുന്ന ആത്മാവ് ശക്തിയും ബലവും സ്നേഹവും അതുപോലെ സെൽഫ് കൺട്രോളിന്റെ ആത്മാവ് തന്നേക്കുന്നത്. അപ്പം നമ്മുടെ സ്വഭാവത്തിന് നമ്മളെ രൂപീകരിക്കുവാൻ ശക്തനായ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഒരു കാലത്ത് പറയാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനത്തെ സ്വഭാവക്കാരൻ, എനിക്ക് മാറത്തില്ല, എന്റെ സ്വഭാവം മാറത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറയുവാൻ കഴിയത്തില്ല. ബിക്കോസ് യു ക്യാൻ ഡു ഇറ്റ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ലാസ്റ്റ് നമ്മൾ വായിക്കാൻ കഴിയും, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവന്റെ കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രയും. അപ്പം കഷ്ടത അനുഭവിക്കുന്ന വിഷയത്തിലും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തേജസ്കരിക്കപ്പെടണമെങ്കിൽ ആ ദൈവം യേശുക്രിസ്തു കഷ്ടത അനുഭവിച്ചു, റിസറക്റ്റായി തേജസ്കരിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പ്രോസസ്സിൽ കൂടെ യേശുക്രിസ്തുവിന്റെ പാർട്ട്ണറാണ് നമ്മൾ വലിയ കാര്യത്തിൽ പറയുവാണെങ്കിൽ അതിൽ കൂടെ കടന്നു പോകണം, അതിന് ഒബീഡിയന്റ് ആകണം. അപ്പൊ രണ്ട് സ്വഭാവം ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച രണ്ട് സ്വഭാവം. ഒന്ന്, നമ്മൾ എപ്പോഴും ഡൗൺ ആവുന്ന സ്വഭാവം, ഒബീഡിയൻസ്. നമുക്ക് വലിയൊരു പ്രോബ്ലമാണ് ഒബീഡിയന്റ് ആവുക എന്ന് പറയുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ സ്വദേശം, അപ്പന്റെ പിതൃഭവനം എല്ലാം വിട്ട് നീ ഇറങ്ങണം എന്ന് പറയുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതായി അബ്രഹാം അവിടെ നമ്മൾ വായിക്കുന്ന വിഗ്രഹത്തെ ഉണ്ടാക്കി വിൽക്കുന്ന മനുഷ്യൻ പറഞ്ഞാൽ ആ മനുഷ്യനോട് പറയും എല്ലാം വിട്ട് ഇറങ്ങാൻ ഒരു രാത്രി പറയുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ മനുഷ്യനിറങ്ങും? എന്തോ നോക്കിയാ ഏത് സ്ഥലമെന്ന് വിചാരിച്ചിട്ടാണ് അബ്രഹാം ഇറങ്ങേണ്ടത്. രൂത്തിനെ നമ്മൾ നോക്കുമ്പോൾ ഷീ ചൂസ് ദാറ്റ് ദൈവത്തിന്റെ ദൈവത്തെ ഷീ ഹാസ് ടു ഫോളോ ഗോഡ്. മാത്രമല്ല മദർ ഇൻ ലോയെ ഫോളോ ചെയ്യണം. ആ ദൈവം സത്യദൈവമാണ്. ഷീ ചൂസ്ഡ്. അപ്പം അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്, അബ്രഹാം ആണെങ്കിലും റൂത്ത് ആണെങ്കിലും, റൂത്തിന്റെ കാര്യം ഒബീഡിയൻസിന്റെ ഒരു ഭാഗമാണെങ്കിലും അബ്രഹാമിന്റെ മെയിൻ ആയിട്ട് നമ്മൾ കാണാൻ സാധിക്കും എത്രമാത്രം ദൈവത്തെ പുള്ളി ഒബേ ചെയ്തു. നേരത്തെ നമ്മൾ കണ്ടു യേശു ഒബേ ചെയ്തു. അപ്പം ഒബേ ചെയ്യുമ്പോൾ അപ്പൊ അബ്രഹാമിന്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. അത്രയും ഒബീഡിയന്റ് ആയ മനുഷ്യൻ, നമ്മൾ ഫാദർ ഓഫ് ഓൾ നേഷൻ, എല്ലാം ഫാദർ, വിശ്വാസത്തിന്റെ പിതാവാണ് അബ്രഹാം. ആ ഒരു പേര് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര ഈസി ഒന്നും അല്ല. അത്രയും ആ പുള്ളിക്കാരന്റെ ഒബീഡിയൻസിലോട്ട് നമുക്കൊന്നും അത്ര ആഴത്തിൽ എത്താൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്ന കാര്യത്തിൽ ഒബീഡിയന്റ് ആവാൻ പറ്റുന്നുണ്ടോ? അബ്രഹാമിന്റെ അത്രയും ഒരു വിശ്വാസത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം പറയുമ്പോൾ നീ ഇതുവഴി പോ, ഇപ്പൊ നീ മിണ്ടാതിരിക്കേ, നീ ഒന്നും പറയണ്ട, ഇല്ല നീ ഇതുപോലെ ചെയ്യേ എന്ന് പരിശുദ്ധാത്മ പലവട്ടം നമ്മളെ ഓർപ്പിച്ചിട്ടും ആ കാര്യം നമ്മൾ പലതും ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി നമുക്കൊന്ന് ധ്യാനിക്കാം ഇതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഡിസോബേ ചെയ്തിരിക്കുന്നത്. എവിടൊക്കെയാണ് ഡിസോബീഡിയൻസ് വന്നിരിക്കുന്നത്? ഏതൊക്കെ ഭാഗങ്ങൾ ദൈവം കടന്നു പോകാൻ പറഞ്ഞിട്ട് നമ്മൾ ഇംപേഷ്യന്റ് ആയി ദൈവം ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നമ്മൾ എത്രമാത്രം ദൈവത്തെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ഒബീഡിയന്റ് ആയ ദൈവസന്നിധാനത്തിൽ ആ കഷ്ടത്തിൽ കൂടെ കടന്നു പോകാൻ മനസ്സുണ്ടോ? ഇച്ചിരി നാളും കൂടെ. ചിലർ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് ചില കാര്യം നടക്കണം എന്ന് പറഞ്ഞാൽ ഈ കഷ്ടതയിൽ ദൈവം എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി കിടക്കുന്ന മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നാധി, ദൈവം ഈ കഷ്ടതയിൽ വാട്ട് ഈസ് യുവർ പർപ്പസ്, നിന്റെ പ്ലാൻ എന്തുവാ, അത് ചോദിച്ച് നിങ്ങൾ കിടക്കണം. ആ പരിശുദ്ധാത്മാവ് വ്യക്തമായ ദൈവത്തിന്റെ ഒരു ആലോചന നമുക്ക് തരും. രണ്ടാമത്തെ കാര്യം ഫോർഗീവ്നെസ്. ഇത് വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്, അൺഫോർഗീവ്നെസ് ഭയങ്കര മനസ്സ് വെക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പല സമയങ്ങളിലും എത്ര നല്ലവരാന്ന് പറഞ്ഞാലും ഏതൊക്കെ ഭാഗങ്ങളിലും നമുക്ക് അൺഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ ഇനിയും നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം വചനങ്ങൾ, അതുകൊണ്ട് അതിനെടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. യേശു പറഞ്ഞ കാര്യമാ, നിന്റെ സഹോദരന് നിന്റെ മേൽ എന്തെങ്കിലും ഉണ്ടെന്ന് നീ അറിഞ്ഞാൽ നിന്റെ ആ യാഗം അവിടെ വെച്ച് നീ പോയി ശരിയാക്കിയിട്ട് വന്നിട്ട് വേണം കൊടുക്കുക. അപ്പം നമ്മൾ എത്ര ദൈവത്തിന്റെ പാർട്ട്നേഴ്സ് ആണ്, ദൈവം നമ്മളെ പറ്റി വലിയ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ ദൈവത്തിന്റെ കൂടെ പാർട്ട്ണർ ആകാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്, ലേറ്റ് ആകും. നിങ്ങളായിട്ട് തന്നെ ഡിലേ ചെയ്യും. ദൈവം ഒന്നും ഡിലേ ചെയ്യത്തില്ല.
പിശാചും ഡിലേ ചെയ്യുന്നില്ല, നിങ്ങളാണ് ഡിലേ ചെയ്യുന്നത്, ഞാനാണ് ഡിലേ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് രാത്രി ചിന്തിക്കണം, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഡിസോബേ ആയിരിക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് അൺഫോർഗിവ്നെസ്. എനിക്ക് ഈ വിഷയം മറക്കാൻ പറ്റത്തില്ല, എനിക്ക് ആ മനുഷ്യനെ മറക്കാൻ പറ്റത്തില്ല, ഈ പ്രവൃത്തി മറക്കാൻ പറ്റത്തില്ല. ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ തന്നെ പരിശോധിച്ച് ആ വിഷയത്തെ ക്ലാരിറ്റി വരുത്തി നിശ്ചയമായിട്ട് നമ്മൾ ഈ സൂമിലായിരിക്കുന്ന ഒരു വ്യക്തി പോലും ഒരു വെറുതെ ഒന്നുമല്ല. ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഓരോ വ്യക്തിയെ സൃഷ്ടിച്ചതും ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ ഒരു വേദിയും ഇങ്ങനത്തെ ഒരു ആത്മീയ ഫെലോഷിപ്പിൽ നിങ്ങളെ കൊണ്ടാക്കിയതെങ്കിൽ, ഇത്രയും ആത്മീയമായ ചിലരൊക്കെ വെറുതെ എന്തൊക്കെയോ നടത്തണമല്ലോ, അതൊക്കെ നടത്തി പോവുക, തുടങ്ങിയല്ലോ, നിർത്താൻ പറ്റത്തില്ല. അങ്ങനെയല്ല. ആന്റിയുടെ ഓരോ വാക്കും, അതുപോലെ നിങ്ങൾ സെറ്റിലായിരിക്കുന്ന ഓരോരുത്തരും നമുക്ക് കാണുമ്പോഴേ നമുക്കറിയാം വളരെ ആഗ്രഹത്തോടും വാഞ്ചോളം നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് നമ്മൾ എന്തോ ചെയ്യരുത്, ഡിസ്ക്വാളിഫൈ പോകരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മളെ തന്നെ ഒന്ന് ആ വിഷയത്തിൽ ഒന്ന് ക്ലാരിറ്റി വരുത്തണം. ദൈവസന്നിധാനത്തെങ്കിൽ എത്രമാത്രം നമുക്ക് ദൈവത്തിന്റെ കൂടെ ഒന്ന് സ്വഭാവത്തിൽ പാർട്ട്ണറാകാൻ കഴിയുന്നുണ്ട്. 3 വിഷയമുണ്ട്. പാർട്ട്ണർ ഇൻ ദ പർപ്പസ്, പാർട്ട്ണർ, രണ്ടാമത്തത് പാർട്ട്ണർ ഇൻ ദ സഫറിങ്, ആൻഡ് പാർട്ട്ണർ ഇൻ ദ ക്യാരക്ടർ. എങ്ങനെ നമുക്ക് പാർട്ട്ണർ ആകാൻ കഴിയും? ഹൗ ക്യാൻ വി പാർട്ട്ണർ? ആ വചനത്തെ ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ആ വചനം വായിക്കും, ബിക്കോസ് എനിക്ക് മലയാളത്തിൽ അത്രയും സമയം എനിക്ക് വചനം വായിക്കാൻ അറിയത്തില്ല. ഗലേഷ്യൻസ് ചാപ്റ്റർ 4, അതിൽ ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ഈ 7 വചനവും വായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 1 to 7. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. സോ ആ ഒന്നാം വാക്യം മാത്രം ഒന്നുകൂടെ ഒന്ന് വായിച്ചേർന്നേ. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പൊ നമ്മളിവിടെ കാണുന്നത്, ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. ബട്ട് നൗ ടു കണ്ടിന്യൂ, ദ സൺ who will receive his father's property is treated just like a slave when he is young, even though he really owns everything. ഇന്ന് രാത്രി നിങ്ങൾ സമയം കിട്ടുമ്പോൾ, നിങ്ങൾ എപ്പോഴും ഫ്രീ ടൈംസ് ഒക്കെ എപ്പോഴും കിട്ടുവാണെങ്കിൽ ഈ പോർഷൻ ഒന്നുകൂടെ ഒന്ന് ഇരുന്ന് ധ്യാനിച്ച്, ഇത് തന്നെ ഒത്തിരി സമയം എടുക്കും, അതൊന്നും ഞാൻ ഡീപ്പായിട്ടൊന്നും ഞാൻ പോകുന്നില്ല, പക്ഷേ ഇത് തന്നെ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഫസ്റ്റ് വചനത്തെ നമ്മൾ കണ്ടത്, ഈവൻ ദോ ഈസ് എ സൺ, വളരാത്തടത്തോളം കാലം അവന് ആ ബ്ലെസ്സിങ് കൊടുക്കാൻ പറ്റത്തില്ല. ആ ഫാദറിന്റെ പ്രോപ്പർട്ടി ഒരു കൊച്ചു ചോദിക്കുക, ഫാദറിന്റെ പ്രോപ്പർട്ടി വേണം, കൊടുക്കത്തില്ല. ബിക്കോസ് അവൻ വളർന്നിട്ടില്ല. വളരാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, വളർന്നാലേ കൊടുക്കത്തുള്ളൂ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പിതാവായ ദൈവം, ഇവിടെ നമ്മൾക്ക് അതിന്റെ എക്സ്പ്രഷൻ കാണുന്നത് പിതാവായ ദൈവം, നമ്മൾ മക്കൾ പിശാചിന്റെ ആധിപത്യത്തിൽ, നമ്മൾ അന്ധകാരത്തിൽ കിടക്കുന്ന സമയത്തിൽ പിശാചിന്റെ ആധിപത്യത്തിലാണ് നമ്മൾ കിടന്നത്. പക്ഷെ ആ പിതാവിനെ നമുക്ക് അപ്പോൾ കാണാൻ കഴിഞ്ഞില്ല, ബിക്കോസ് നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നു. ഇതെല്ലാം ആത്മാവിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നമ്മളെന്തോ കുഞ്ഞുങ്ങളാ, ആത്മാവിൽ നമ്മൾ കുഞ്ഞുങ്ങളാ, നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ എൻ്റെ പപ്പയെ ഇപ്പോൾ അറിയുന്ന പോലെ അല്ല ഞാൻ കുഞ്ഞാനുപോലെ പപ്പയെ അറിയുന്നത്. ഇപ്പോൾ എനിക്ക് ആഴമായിട്ട് എൻ്റെ പപ്പയെ അറിയാം. ആ കുഞ്ഞാനുഭവം അത്ര ആഴമായിട്ട് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ പിതാവായ ദൈവം നമുക്ക് അത്രയും നമുക്ക് റിവീൽഡ് അല്ലായിരുന്നു. നമ്മൾ അന്ധകാരത്തിൽ കിടന്നപ്പോൾ പിശാചിന്റെ ആധിപത്യം, നമ്മള് ദൈവത്തിന്റെ കുഞ്ഞാ, നമ്മള് ആ രാജാവിന്റെ കൊച്ചാ നമ്മള്. പക്ഷെങ്കിൽ നമ്മൾ ആ അന്ധകാരത്തിന്റെ വാഴ്ചയിൽ കിടന്നപ്പോൾ
വി ആർ സ്റ്റിൽ ചിൽഡ്രൻ, വി ആർ സ്റ്റിൽ വി ആർ നോട്ട് മെച്യൂർ ഇനഫ്. പക്ഷെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചു, കർത്താവിൽ വന്നു. അപ്പം ആ സമയം നമ്മൾ എന്തുവായി? നമ്മൾ ദൈവത്തിന്റെ ആ ഒരു പിതാവായ ദൈവം നമുക്ക് റിവീൽഡായി. അത്ര നാളും റിവീൽഡ് അല്ലായിരുന്നു അന്ധകാരത്തിൽ കിടന്നപ്പോൾ. പക്ഷെ യേശു ക്രിസ്തു നമ്മൾ വിശ്വസിച്ച് നമ്മൾ ദൈവം കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, യേശു ക്രിസ്തുവിനെ ചേർന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ആ ഫാദറിന് നമുക്ക് റിവീൽഡായി. അപ്പൊ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന നമുക്ക് റിവീൽഡ് ആയെന്ന് പറയുമ്പോൾ നമ്മൾ എന്തുവാ? ദൈവത്തെ നമുക്ക് അറിയാം. അപ്പൊ ദൈവം നമ്മളിൽ നിന്ന് എന്തുവാ ആഗ്രഹിക്കുന്നത്? ഒരു സ്പിരിച്വലി മെച്ചൂർഡ് പേഴ്സൺ, ഒരു വലിയ ആള് എങ്ങനെയാണോ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു സ്പിരിച്വൽ മെച്ചൂരിറ്റിയാണ് ദൈവമക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ എത്രമാത്രം നമ്മള് സ്പിരിച്വൽ മെച്ചൂർഡ് ആയ വ്യക്തി, ഒരു അപ്പനെ എങ്ങനെ നമുക്കറിയാം? ഇന്ന് രാത്രി നമ്മുടെ പിതാവിനെ എത്രമാത്രം നമുക്കറിയാം? ഒരു കാര്യം ആന്റി ഇനീഷ്യലി പറഞ്ഞു, ദൈവത്തെ അറിയണം. നമ്മൾ ദൈവത്തെ നമ്മൾ ആരാന്ന് പറഞ്ഞു, ദൈവം ആരാന്ന് പറഞ്ഞു. എന്റെ എപ്പോഴും ഞാൻ പറയുന്ന വാക്കാണത്. നമ്മുടെ ദൈവം ആരാ നമ്മൾ എണ്ണം, ഞാൻ ആരാന്നറിയണം. എന്റെ ദൈവം ആരാ? എന്റെ ദൈവം സാധ്യമാക്കിയ ദൈവം സൃഷ്ടികർത്താവാണ്. എന്റെ ദൈവം വലിയവനാണ്. എന്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. എന്റെ ദൈവം രാജാവാണ് എന്ന് പറയുമ്പോൾ തന്നെ, ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാന്ന് പറയുമ്പോൾ തന്നെ, ഐ ആം ദ ഹയർ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ കുഞ്ഞ. മാത്രമല്ല, ആ ഒരു അവകാശം, ആ ഒരു രാജകീയമായ രാജാവിന്റെ കൊച്ചിന്റെ അധികാരവും അവകാശവും എന്നിലുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് വേണം. ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്നും നമ്മൾ ആരാണെന്നും എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ വേണം ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് കടക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം, ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ, യോസേഫ്, ദാവീദ്, നമുക്ക് എല്ലാവരുടെയും സ്റ്റോറീസ് നമുക്കറിയാം, എല്ലാവരുടെ ജീവിതം നമുക്കറിയാം. ഇവരെല്ലാം ശദ്രക്, മേശക്, അബേദ്നെഗോ എന്തോ പറയാം, ദൈവം നമ്മളെ വിടുവിച്ചാലും വിടുവിച്ചില്ല എങ്കിലും. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ വ്യക്തികൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു 2 വേർഡ്സിലൂടെ പറയാം. Our God is a God of miracle, and more than that, He's a God above miracle. അബവ് മിറക്കൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ എത്തണം. എന്നാൽ നമുക്ക് സ്പിരിച്വൽ ലൈഫ് ഇച്ചിരും കൂടെ ഒന്ന് ഈസിയാക്കാം. ദൈവം വിടുതൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ ഫാമിലിയുടെ ടെസ്റ്റിമണി പറയുവാന്നതിലുണ്ടല്ലോ, ഈ 2 കാര്യങ്ങളുണ്ട്. അത്ഭുതം ചെയ്ത ദൈവമാ, അത്ഭുതങ്ങൾക്ക് മീതെ ഉള്ള ദൈവമാ. അത്ഭുതം എൻ്റെ മമ്മിയുടെ ടെസ്റ്റിമണിയൊക്കെ പറയുമ്പോൾ സൂപ്പർ നാച്ചുറൽ മിറക്കൽ. കിഡ്നി ഫെയിലായ കിഡ്നിയെ ദൈവം യേശുവിന്റെ നാമത്തിൽ ഒറ്റ വാക്കിൽ ദൈവം ഹീൽ ചെയ്ത്, ആ കിഡ്നി ലൂപ്പസ് നെഫ്രൈറ്റിസ് ആയ കിഡ്നിയെ ഹീൽ ചെയ്ത്, ചത്ത ആ കിഡ്നി ഫെയിൽഡ്, മെഡിക്കൽ സയൻസ് ഫെയിൽ എന്ന് പറഞ്ഞ കിഡ്നിയുടെ അകത്ത് ആ ഓരോ സെൽസിൽ ദൈവം ജീവൻ വെച്ച്, നിങ്ങൾ പലരും നഴ്സസ് ആണല്ലോ, ഒന്ന് ഇമാജിൻ ചെയ്താൽ പറ്റും. ആ സെൽസിന് ജീവൻ വെച്ച് ആ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല കേട്ടോ, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല. ആ കിഡ്നിയിൽ തന്നെ എന്നെ പ്രസവിച്ച് കഴിഞ്ഞ 2-3 വർഷം മുമ്പ് കിഡ്നിയിലെ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു. ആ സ്റ്റോൺ എടുത്തപ്പം ആ ഡോക്ടർ പറയും, ആ പുള്ളി എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആ സാക്ഷ്യം പറയാനുമാണ്. ആ ഡോക്ടർ പറയുക, യുവർ കിഡ്നി ഈസ് ഹെൽതി. I don't know why he told them, your kidneys, how that kidney can be healthy. So ഇന്ന് രാത്രി എനിക്ക് പറയുവാൻ സാധിക്കുന്നത്, God is a God of miracle. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ മന്ദിരമാണ്. He is the God of miracle. But one more thing we need to understand, He is the God above miracle. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ മീതെ ഉള്ള ദൈവമാ. ദൈവം അത്ഭുതം ചെയ്യാൻ ഡിലേ ചെയ്താലും, അത്ഭുതം ഈ വിഷയത്തിന് മേൽ പൗലോസോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാലും, He is still my God and I will continue partnering with Him. ബിക്കോസ് അതിൻ്റെ കുടുംബം ഞാൻ വെറുതെ എന്തൊക്കെയോ പറഞ്ഞൊക്കെ തീർക്കുക. നോ, ഐ എം ടോക്കിംഗ് നല്ല അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ മമ്മിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ 2019 ഡിസംബറിൽ ഒരു ഡയഗ്നോസിസ് ഉണ്ടായി. മമ്മിക്ക് ഹിപ്പിന് നല്ല വേദനയാണ്, തുണി പോലും തൊടാൻ പറ്റില്ല, അത്രയും വേദനയായിരുന്നു. അപ്പം ആ ഹിപ്പ് അത്രയും നടക്കാൻ വയ്യ. എൻ്റെ റൈറ്റ് നീ 100% ലോസ് വന്നു. ഇപ്പം നടക്കാൻ ഒട്ടും വയ്യ, അതിൻ്റെ മേളിൽ ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഒന്നും വയ്യ.
ഇങ്ങനത്തെ അവസ്ഥയിൽ നമ്മളെ ഹോസ്പിറ്റലിൽ ഒരാളിങ്ങനെ പുഷ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും MRI എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു റൈറ്റ് ഹിപ്പ് ജോയിന്റ് 75% ലോസ് ആണ്, ലെഫ്റ്റ് ഹിപ്പ് 50% ലോസ് ആണ്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് MRIയിൽ കാണിക്കുകയും ചെയ്തു. അതൊരു തിൻ ഒരു എന്താ പറയുന്ന ഒരു സ്റ്റിക്കൊക്കെ ഇല്ലേ, അതുപോലാണ് ഈ ബാക്കിലെ ബോൺ നിൽക്കുന്നത്. ഒരു 3 months നമുക്ക് ഗ്യാരണ്ടി തരാം, അത് കഴിഞ്ഞ് നിങ്ങൾ കിടപ്പാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹിപ്പ് റീപ്ലേസ്മെന്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പം നീയും റീപ്ലേസ്മെന്റ്, റൈറ്റ് നീ 100% ലോസ് ആണ്. അപ്പം അതിന്റെ എക്സസൈസ് അല്ല ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ എല്ലാ റെക്കോർഡ്സും ഉണ്ട്. ഇത് പറഞ്ഞ 2019 അപ്പം 2020 March 20th അറൌണ്ട് ആ ഡേറ്റിൽ അവരുടെ ഓപ്പറേഷനും അവർ ഫിക്സ് ചെയ്തു, നമുക്ക് ചെയ്യാം. പക്ഷേങ്കിൽ ഗ്യാരണ്ടിയും അത്രയും കൊടുക്കത്തുമില്ല, പക്ഷേങ്കിൽ വേറെ ഓപ്ഷനും ഇല്ല, ഇങ്ങനെയായിരുന്നു. ആ സമയത്താണ് കോവിഡ് ഒക്കെ വന്നത്. അപ്പം ഞങ്ങൾ വിശ്വസിക്കും ദൈവം അതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ചു. പക്ഷെ ഇപ്പം ഞാൻ പറയാം, അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞ 3 months ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ഇപ്പം പറയാം, അത് കഴിഞ്ഞിട്ടാണ് സൗദിയിൽ വന്നത്. ഫാമിലി ആയിട്ട് പല ദേശങ്ങളിൽ പോയി, ഇപ്പോഴും ഓടി നടന്ന്, ഇപ്പോഴും അവർ വീട്ടിലില്ല, ഇപ്പോഴും അവർ പുറത്താണ്. ഇവിടെ 10:30 കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും നീ വീട്ടിലില്ല, ഇപ്പോഴും അവർ പുറത്താണ്. അങ്ങനെ കർണാടകക്കാരുടെ മധ്യത്തിൽ ഇപ്പോഴും ഓടി നടന്ന ആ പറ്റത്തില്ല, കിടപ്പിലാകും, ആ ബോൺ ബ്രേക്ക് ആകുമെന്ന് പറഞ്ഞ സ്ഥാനത്താണ് ദൈവം നിർത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആ ബോണിന്റെ കണ്ടീഷൻ എന്തോന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ മീതെയുള്ള ദൈവമാണ്. ആ സമയത്തുള്ള വിശ്വാസം അതിനൊന്നിനും പോയില്ല. പക്ഷെങ്കിൽ അത്ഭുതങ്ങളുടെ മീതെയുള്ള ദൈവമാണെന്ന് വിശ്വസിച്ച് ദൈവത്തോടെ പാർട്ട്ണർ ചെയ്തു. ആ കഷ്ടതയിൽ, ആ ബുദ്ധിമുട്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പ്രയാസം വന്നെ, ബട്ട് സ്റ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യാതെ പാർട്ട്ണർ ചെയ്തു. അപ്പൊ ഈ സമയം നമ്മൾ കാണുന്നത് അതിന്റെ ആവശ്യം പോലും ഇല്ല. ബിക്കോസ് ഗോഡ് ഹാസ് ഹീൽഡ്, ദൈവം നടത്തുന്നുണ്ട്. അപ്പൊ ഇന്ന് രാത്രി ചുമ്മാ ഒന്നുമല്ല ഞാൻ പറഞ്ഞ അനുഭവത്തിൽ കൂടെ തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ മീതെയുള്ള ദൈവമാണ്. നിങ്ങൾ ആഴമേറിയ നിലകൾ വിശ്വസിക്കണം. ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനും കഷ്ടതയിൽ പ്രയാസപ്പെടാൻ നിങ്ങൾ പോകരുത്. മെച്ചൂറായ വ്യക്തികളെ പോലെ ബിഹേവ് ചെയ്യാം. മെച്ചൂറായ വ്യക്തിക്ക് അറിയാം എൻ്റെ അപ്പൻ ആരാണ്, എൻ്റെ ദൈവം ചെയ്താലും ചെയ്തില്ലേലും ഹി ഈസ് വർതി ടു ബി പ്രൈസ്ഡ്. എൻ്റെ ദൈവം ആരാധനയ്ക്ക് യോഗ്യൻ തന്നെ. പൗലോസും സീലാസും ആ പ്രിസണിൽ ആരാധിച്ചപ്പോ ഉണ്ടല്ലോ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി തന്നെ അടിയും കൊണ്ടിട്ടാണ് ആ പ്രിസണിൽ അവരെ കിടക്കുന്നത്. അത്രയും കഷ്ടതയിലും അത്രയും അവിടെ വചനത്തിൽ സിവിയർലി ബീറ്റൻ എന്നാ പറയുന്നത്. അത്രയും എന്താ പറഞ്ഞ ബീറ്റൻ സോ സിവിയർലി. എന്നിട്ട് അവരെ കൈയും കാലും കെട്ടിയിട്ടാണ് അന്ന് രാത്രി അവിടെ ആയിരിക്കുന്നത്. പക്ഷെങ്കിലുണ്ടല്ലോ അവിടെ പൗലോസും സീലാസും അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അവിടെ പൗലോസും സീലാസും അവിടെ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു. ആ കഷ്ടതയുടെ മധ്യത്തിലും അതിനാ ദൈവം പൗലോസ് അവിടെ വേറെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ഒന്നിനും ദൈവസ്നേഹത്തിന് എന്നെ അകലിക്കാൻ, എന്നെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന് എന്നെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ബിക്കോസ് ഹി ഈസ് മോർ ദൻ എ മിറക്കിൾ. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ മീതെയുള്ള ദൈവമാ. ഒരു കാഴ്ചപ്പാട്, എന്നൊരു മൈൻഡ് സെറ്റ്, എന്നൊരു അറിവ് അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ജനറേഷനിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എത്രമാത്രം നമുക്ക് നമ്മുടെ പിതാവിനെ അറിയാം, എത്രമാത്രം നമുക്ക് നമ്മുടെ പിതാവിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ പലവട്ടം ചോദിക്കുന്നത്, നമ്മൾ ദൈവമേ, ഞാൻ ദൈവത്തെ അത്രയും സ്നേഹിക്കുന്നില്ലേ, അത്രയും ഞാൻ ദേവദാസന്മാർക്ക് കൊടുക്കുകയും മാനിക്കുകയും അത്രയും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എങ്കിലും എന്തുകൊണ്ട് എനിക്ക് ഈ കഷ്ടത? നമ്മൾ പലവട്ടം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മിക്കവാറുമുള്ള 100% ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടത? ദൈവത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞത്, സ്നേഹിക്കുന്ന ആൾക്കാർക്ക്. പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കാം, ലാസറിന്റെ വീട്ടിൽ നടന്ന ഒരു സംഭവം. അത്രയും സ്നേഹത്തിലുണ്ടായിരുന്ന, എപ്പോഴും ലാസറിന്റെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന യേശു അവരുടെ ഭവനത്തിൽ തന്നെ അങ്ങനത്തെ ഒരു തിന്മ നടക്കണം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചേ. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. അത്രയും സ്നേഹിക്കുന്ന കുടുംബം, അത്രയും പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഫ്രണ്ടിന് തന്നെ ഈ ഒരു വിഷയം നടക്കണം. മരിച്ചു പോകുന്നു, 4 ദിവസം ഒരു അനക്കവും ഇല്ല. യേശുവിനോട് ഓൾറെഡി അറിയിച്ചു, സുഖമില്ലാത്തപ്പോഴും അറിയിച്ച, ഇപ്പോഴും വന്നിട്ടുമില്ല. മരിച്ചു 4 ദിവസമായിട്ടും കാണുന്നുമില്ല. ഇത് എന്തൊരു പരിപാടി? ഏത് ഫ്രണ്ട്? എവിടുത്തെ ഫ്രണ്ട്? പക്ഷെങ്കില് ആ 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു അവിടെ വരികയാണ് ചെയ്തത്. വരുന്നത് മാത്രമല്ല, യേശുവിനെ അറിയോ, ഹി ഓൾറെഡി ന്യൂ. അവിടെ ആദ്യത്തെ ഭാഗങ്ങളൊന്നും വായിക്കാനെങ്കിൽ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ആദ്യത്തെ ഭാഗങ്ങള് ജോൺ ചാപ്റ്ററിൽ നമ്മൾ നോക്കുമ്പോൾ യേശു ഓൾറെഡി അറിയാം അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്.
അപ്പോൾ യേശു അവിടെ കടന്നു പോകുമ്പോൾ ആ ദൈവം സ്നേഹിച്ച ഭവനത്തിനകത്ത് സൂപ്പർ നാച്ചുറൽ മിറക്കലാണ് നടക്കുന്നത്. ഏകദേശം ഓൾമോസ്റ്റ് ലാസ്റ്റ് മിറക്കിൾസ് ഓഫ് ജീസസിൽ അത്രയും അതൊരു പബ്ലിക് മിറക്കൽ, ഓൾമോസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലാസ്റ്റ് പബ്ലിക് മിറക്കൽ. ആ ലാസറിന്റെ ആ ഒരു ഉയർപ്പിച്ച ശേഷം ലാസറിനെ പോലും കൊന്നു കളയാൻ ചിന്തിച്ച വ്യക്തികളാ. യേശുവിനെ പോലും കൊന്ന ആ പ്ലോട്ട് പോലും ചിന്തിക്കുന്നത് എപ്പോഴാ സീരിയസ് ആവുന്നത്? ഈ ഒരു വിഷയം നടക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ദൈവം എന്തുകൊണ്ട് ലാസറിന്റെ കുടുംബത്തെ ദൈവം ചൂസ് ചെയ്തു ഈ മിറക്കൽ, ഈ ഒരു വിടുതൽ നടക്കുവാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തു? എന്തുകൊണ്ടെന്നാൽ ഒന്നുമല്ല, അവര് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന വ്യക്തി, മറിയൊക്കെ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് അത്രയും ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ, ദൈവത്തിനൊരു കോൺഫിഡൻസ് ഉണ്ട്, ഈ കുഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന കുഞ്ഞാ, ഈ കുഞ്ഞ് മുഖാന്തരം എനിക്ക് ഒരു കഷ്ടത അവൾക്ക് കൊടുത്താൽ അങ്ങനെ ഈസി ആയിട്ടൊന്നും എന്നെ ഒന്നും തിരിച്ചൊന്നും പറയത്തില്ല, അവൾ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കും, ആ റിലേഷൻഷിപ്പിൽ തന്നെ നിന്ന് എൻ്റെ കൂടെ പാർട്ട്ണർ ചെയ്ത് എൻ്റെ മഹത്വം അവളിൽ കൂടെ ഞാൻ വെളിപ്പെടുത്തും എന്ന് ദൈവത്തിന് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ദൈവം കഷ്ടം തരുന്നത്. പക്ഷെങ്കിൽ ആ കഷ്ടതയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ഇപ്പോഴും അന്ധകാരത്തിൽ കിടക്കുന്നവരെ പോലെ ഇപ്പോഴും നമ്മൾ ബിഹേവ് ചെയ്യുവാണെങ്കിൽ, അയ്യോ ദൈവമേ അപ്പച്ചാ ദൈവമേ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഇന്ന് രാത്രി വളരെ സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലോട്ട് നമ്മൾ എത്തണം. ഇന്ന് രാത്രി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം ആത്മമണ്ഡലത്തിൽ നമ്മൾ ഡിക്ലെയർ, ബിക്കോസ് വി ഹാവ് ബീൻ കോൾഡ് ആസ് എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. രാജകീയ പുരോഹിത വംശമായിട്ട് നമ്മളെ വർഗമായിട്ട് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ദൈവം, നമ്മൾ എത്ര പ്രിവിലേജ്, എത്ര ബ്ലെസ്ഡ് ആയ ഒരു ജനമാണ് നമ്മൾ. ഈ കാലഘട്ടത്തിൽ നമ്മളെ ദൈവം ചൂസ് ചെയ്യുവാനും ആദ്യ ശതമാനത്തിലൊന്നും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവെന്ന് ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് വെച്ച് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ചുമ്മാ നമ്മൾ വെറുതെ പ്രാർത്ഥിച്ച് കഴിച്ചു കുടിച്ചു പോയി നല്ലൊരു നോർമൽ ബിലീവറായി ജീവിക്കുവാനല്ല ഓരോരുത്തരും ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കോളിംഗ്, ജനറൽ കോളിംഗ് എന്തുവാ? വി ആർ ബീൻ കോൾഡ്, വി ആർ ബീൻ ചോസൻ. രാജകീയ പുരോഹിത വർഗമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ പിതാവ് ആരാണെന്നും നമ്മൾ ആരാണെന്നും ഉത്തമ ബോധ്യത്തോടെ ഇന്ന് രാത്രി ദൈവസന്നിധാനത്തിലായിരിക്കണം. നമ്മുടെ സമയം കഴിയുന്നല്ലോ. ദൈവസന്നിധാനത്തിൽ നമ്മൾ തന്നെ ഒന്ന് സമർപ്പിച്ച് ഇന്ന് രാത്രി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് ദൈവസന്നിധാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേട്ടു പല കാര്യങ്ങൾ, കൺക്ലൂഷനിൽ ഞാൻ പറയാനാകിയ പല കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഹല്ലേലൂയ. ദൈവത്തിനോട് പാർട്ട്ണർ ആകണം എന്നൊരു ഭാഗത്തിൽ, പാർട്ട്ണർ ഇൻ ദ പർപ്പസ്, പാർട്ട്ണർ ഇൻ ദ സഫറിങ് ആൻഡ് പാർട്ട്ണർ ഇൻ ദ ക്യാരക്ടർ. എങ്ങനെ നമുക്ക് പാർട്ട്ണർ ആകാൻ കഴിയും? സ്പിരിച്വൽ മെച്യൂരിറ്റി നമുക്ക് വേണം. സ്പിരിച്വൽ മെച്യൂരിറ്റി നമുക്ക് വേണം. എൻ്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. ഏത് വിഷയം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെ ആത്മീക കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ കഷ്ടതയിൽ കൂടെ വിടുന്നതിൽ വെറുതെ ഒന്നുമല്ല, ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടോ മിസ്റ്റേക്ക് പറ്റിയിട്ടോ ഒന്നുമല്ല നിങ്ങൾ ആ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്. ദൈവത്തിനൊരു എത്ര ഡീപ്പാണോ നിങ്ങളുടെ കഷ്ടത അത്രയും അത്രയും ഹയർ ആണ് നിങ്ങളുടെ ബ്ലെസ്സിങ്. എത്ര ഡീപ്പാണോ നിങ്ങളുടെ കഷ്ടത, എത്ര ഡീപ്പാണോ അത്രയും ഐ ക്യാൻ ഗിവ് യു ആൻഡ് ദ വേർഡ് വിൽ ഗിവ് യു ദ ഗ്യാരണ്ടി. എത്ര ഡീപ്പാണോ നിങ്ങളുടെ കഷ്ടത അത്രയും ഉയർച്ച തന്നെ, അത്രയും നന്മയിലോട്ട് തന്നെ. അത് നമ്മളെ പുകഴ്ചയ്ക്കായിട്ടല്ല കേട്ടോ. അപ്പൊ ദൈവനാമ മഹത്വത്തിനായി ദൈവം അത് തീർക്കും. പക്ഷെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രയാസത്തിൽ, ഈ പ്രതിസന്ധിയിൽ എന്തുവാന്ന് അറിയത്തില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അറിയത്തില്ല. പക്ഷെങ്കിൽ ഇന്ന് രാത്രി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്തെടുക്കും. ബിക്കോസ് ദർ ഇസ് നത്തിങ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. എൻ്റെ ദൈവം രാജാതി രാജാവാണ്. എൻ്റെ ദൈവം ആമേൻ ഹല്ലേലൂയ, കർത്താതി കർത്താവ്, രാജാതി രാജാവ്, അത്ഭുതങ്ങളുടെ ദൈവം, അത്ഭുതങ്ങളുടെ മന്ത്രി, വിടുതലിന്റെ കർത്താവ്. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ആ ദൈവത്തിന്റെ കുഞ്ഞാ ഞാൻ. ആ അധികാരത്തിൽ, ആ തന്നിരിക്കുന്ന അധികാരം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഒരു പിശാചിന്റെ വാദ എന്നെ ഭയപ്പെടുത്തുവാനോ എന്നെ തളർത്തിക്കളയുവാനോ നിനക്ക് അത് കിട്ടത്തില്ല, ഇത് കിട്ടത്തില്ല, നീ അങ്ങനെ ബെഡ്രിഡൻ ആകും, നിന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, ഈ ജോലി പറ്റത്തില്ല, നിനക്ക് അത് കിട്ടത്തില്ല, വിസ കിട്ടത്തില്ല, ഈ രീതിയിൽ ആ രീതിയിലൊക്കെ നിങ്ങളെ ഭയപ്പെടുത്തി
നിങ്ങളെ ഭയപ്പെടുത്തുന്ന സകല പൈശാചിക മേഖലകളുടെ മേൽ ഇന്ന് രാത്രി അധികാരം, ആ കുഞ്ഞിനുള്ള ഒരു അധികാരം, ആ ദൈവ മക്കൾക്കുള്ള അധികാരം ഇന്ന് ഏറ്റെടുത്തവരാ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹാലലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ അധികാരത്തെ ചെങ്കോൽ പിടിച്ചവർ, അതാ ദൈവമക്കൾ, ദൈവത്തിന്റെ കുഞ്ഞിന്ന് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇന്ന് രാത്രി ഹാലലൂയ കരയുവാൻ പല കാരണങ്ങൾ നമുക്കുണ്ട് എങ്കിൽ ആ കരച്ചിലെ മധ്യത്തില് നമ്മളെ വിളിച്ച വിളിക്ക് ഒറ്റവണ്ണം വിളിക്ക് ഒറ്റവണ്ണം ദൈവം ആ രാജാവിന്റെ കൊച്ചായ ഞാൻ ഇന്ന് രാത്രി നമ്മള് പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മൾ ഡിക്ലെയർ ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ഓരോ വാക്കും വചനത്തിൽ കാണുന്നത് പോലെ ജീവനും മരണവും നമ്മുടെ നാവിന്മേൽ ദൈവം തന്നിരിക്കുന്നുവെങ്കിൽ നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ ആ നെഗറ്റീവ് പോലെ തന്നെ കാര്യങ്ങൾ ഡിലേ ആകും. നെഗറ്റിവിറ്റി സ്വഭാവം നമ്മളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ സ്വഭാവങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അണ്ട് പോസിറ്റീവായത്, ദൈവത്തിന്റെ ഹിതമായത് ഇന്ന് രാത്രി ജീവനും മരണവും നമ്മുടെ നാവിൽ തന്നിരിക്കുന്ന ആഗ്യാൽ. ദൈവഹിതം എന്തോ നമുക്കറിയത്തില്ല, പക്ഷെങ്കിൽ ഒന്ന് ഡിക്ലെയർ ചെയ്യുവാൻ കഴിയുമോ? ദൈവഹിത പ്രകാരം ദൈവത്തിന്റെ ആ അങ്ങക്ക് ചെയ്തെടുക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, ഈ പ്രതിസന്ധിയിൽ ഇട്ടിട്ട് പോകുവാനോ ഡിപ്രസ്ഡ് ആകുവാനോ അല്ല എന്നെ വിളിച്ചത്. ഈ വിഷയത്തിലും ഞാൻ ഇതിനെ റൂൾ ചെയ്യണം എന്നാണ് എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മളായിരുന്ന സ്ഥാനത്ത് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച എത്രമാത്രം മെച്യൂരിറ്റിയിലാണ് നമ്മൾ ദൈവസന്നാഹത്തിൽ. ഇപ്പോഴും കുഞ്ഞിനെ പോലാണോ അതോ വലിയ ആൾക്കാരെ പോലെ നമ്മുടെ പിതാവിന്റെ ഉത്തമ ബോധ്യം നമുക്കുണ്ടോ? ഇന്ന് രാത്രി നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹെവൻലി ഫാദർ, സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, നല്ല കർത്താവേ, ദൈവം ഇന്ന് രാത്രി തന്ന ഈ വചനത്തിനായി സ്തോത്രം. കർത്താവേ, എന്നെ ഇത്രമാത്രം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഭാരതം പിശാച് കൊണ്ടുവരാൻ ശ്രമിച്ചു എങ്കിലും എൻ്റെ ദൈവം ഹല്ലേലൂയ വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾ വിളിച്ച വിളി ഒത്തവണ്ണം നടക്കുവാൻ കൃപ പകരമാകണമേ. ഞങ്ങളെ വിളിച്ചത് ഞങ്ങളെ ആത്മമണ്ഡലത്തിൽ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്ന് സർവായുധ വർഗങ്ങളിലെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതാകിയാൽ ഞങ്ങളുടെ യുദ്ധത്തിൽ ഞങ്ങൾ തോറ്റ് ഓടിപ്പോന്നവരായിട്ടല്ല, ആ സർവായുധ വർഗങ്ങളെ ഞങ്ങൾ എടുത്ത് അതിന്റെ ഓരോ ആയുധത്തെ ഒന്ന് പരിശോധിച്ച് ആ ഓരോ ആയുധത്തെ കരങ്ങളെ പിടിച്ച് ആത്മമണ്ഡലത്തിൽ വെട്ടിയിടുവാൻ തക്കവണ്ണം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചതാകിയാൽ യേശുവിന്റെ നാമത്തിൽ ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സകല പൈശാചിക മേഖലകളെയും തന്നെ മക്കളെ ഡിപ്രസ് ചെയ്യുന്ന, തന്നെ മക്കളെ ഭയപ്പെടുത്തുന്ന ഹല്ലേലൂയ തന്നെ പോരാടുന്ന ദുഷ്ടന്റെ സകല ആധിപത്യങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർത്തിന് വെട്ടിയിടുന്ന കർത്താവേ. ഹല്ലേലൂയ. സകല രോഗത്തിന്റെ ബീജങ്ങൾ, സകല അന്ധകാര വെല്ലുവിളികൾ, സകല പൈശാചിക വ്യാപാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാല അഴിഞ്ഞു മാറുമാറാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വെളിപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാകിയാൽ ഇന്ന് ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുത്ത് റിസീവ് ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ദൈവമക്കൾക്ക് വേണ്ടി അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ലാസറിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തതുപോലെ പൗലോസും സീലാസിന്റെ കർത്താവ് കാരാഗ്രഹത്തിനകത്ത് വൻ പ്രവൃത്തി വെളിപ്പെടുത്തതുപോലെ കർത്താവേ ഇന്ന് രാത്രികാൽ ഞങ്ങളായിട്ട് സ്ഥാനത്ത് സമർപ്പിക്കുമ്പോൾ ദൈവമേ വിടാൻ പറ്റാത്ത സ്വഭാവങ്ങളും എല്ലാ അൺഫോർഗീവ്നെസ്സും സകല ഡിസോബീഡിയൻസും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളെയും മറ്റൊരു ഭാഷ ദിവസം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശ്വം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദിവസം 2025 കഴിഞ്ഞ് 2026 കാൽ വെക്കുമ്പോൾ ദൈവമേ ഹല്ലേലൂയ കർത്താവേ, വിശ്വസ്തരായി ദൈവമേ ഈ അധികാരത്തെ ഗ്രഹിച്ചവരായി ആത്മീയമായ മെച്യൂരിറ്റി ഉള്ളവരായി ഞങ്ങൾ ആത്മമണ്ഡലത്തിൽ റൂൾ ചെയ്യുന്നവരായി മുന്നോട്ട് ദിവസത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തികളെ യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിനേക്കാളും അധികം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനമെങ്കിൽ ഞങ്ങളിൽ കൂടെ ചില അപ്പോസ്തലിക ശുശ്രൂഷകൾ ഞങ്ങളിലെ ഓരോ വ്യക്തികളില് ജെൻഡർ വ്യത്യാസമില്ലാതെ വേണം സ്ഥാന വ്യത്യാസം ഏജ് വ്യത്യാസമില്ലാതെ വേണം ചില അപ്പോസ്തലിക ശുശ്രൂഷകള് ഞങ്ങളിൽ കൂടെ വെളിപ്പെടത്തക്ക നിലകളിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സഭകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവികമായ വിടുതലുകൾ ഞങ്ങൾ മൂലമായി സംഭവിക്കത്തക്ക നിലകളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ, ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാമെന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ട കൃപകൾക്കായി നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.
ആമേൻ ആമേൻ ആമേൻ. സമയം തന്ന സൂസൻ ആൻറ്റിക്കും ഗ്രൂപ്പിനും പ്രത്യേകിച്ച് എൻ്റെ നന്ദി. പ്രത്യേകിച്ച് ഞാൻ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ജോബും അതുപോലെ തന്നെ എൻ്റെ ഫ്യൂച്ചറും എൻ്റെ മിനിസ്ട്രിയും ആൻറ്റി പറഞ്ഞതുപോലെ യൂത്ത് മിനിസ്ട്രി ഉണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി ചില കന്നഡ യൂത്ത് സംബന്ധിച്ചുണ്ട്, ഇംഗ്ലീഷ് യൂത്ത് സംബന്ധിച്ച് സെപ്പറേറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്ത് പ്രത്യേകിച്ചും ഒരു പ്രെയർ റിക്വസ്റ്റ് പറയുകയാണ്. ഞങ്ങൾക്ക് ഏപ്രിൽ ഒരു ബാംഗ്ലൂരിൽ ഒരു ക്യാമ്പ് നടത്തണം. ഇതുവരെയും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നടത്തിയിട്ടില്ല. ബാംഗ്ലൂരിൽ ഒരു യൂത്ത് ക്യാമ്പ് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് അതൊരു ബ്ലെസ്സിങ് ആക്കി തീർക്കണം. അതിനുവേണ്ടി പ്രത്യേകിച്ചും ഓർത്ത് പ്രാർത്ഥന പേരൻസിൻ്റെ മിനിസ്ട്രിയും ആരോഗ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിശക്തമായി ദൈവത്തിന്റെ വചന ശുശ്രൂഷിപ്പാൻ പ്രിയ പൈതലിനെ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ടെസ്റ്റ് മണിയൊക്കെ കേൾക്കണം. സ്തോത്രം പറഞ്ഞതുപോലെ ഇന്ന് വചന ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ 2 പ്രാവശ്യം ലെഫ്റ്റ് ആയിപ്പോയി. സാധാരണ ഇവിടെയാണ് സംഭവിക്കാറുള്ളത്. സ്തോത്രം. എൻ്റെ ഡിവൈസ് ഇരിക്കുന്ന ഇരിപ്പ് ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഇരിപ്പ് ഷട്ട് ഡൗൺ ആയി പോകുമായിരുന്നു എല്ലാ പ്രാവശ്യം. ഈ പ്രാവശ്യം അവിടെ ആയിരുന്നു. സ്തോത്രം. എന്നാൽ നമ്മളെ കർത്താവ് സൂക്ഷിച്ചു, അത് കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. ശത്രു ഒരിക്കലും ജയിക്കത്തില്ല. സ്തോത്രം. അതിന്മേൽ ജയിച്ച ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം.